ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഒരു ആംബുലൻസ് ഡ്രൈവറാണ്. ഷർട്ട് പോലും ഇടാതെ ഒരു ആംബുലൻസ് ഡ്രൈവർ ഇങ്ങനെ ഒരു കുട്ടീനെ കൊണ്ട് ഓടുന്ന ഒരു സീൻ ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും അങ്ങനെയാണല്ലേ ഓരോരുത്തരുടെയും ലൈഫ്? പിന്നെ ഉറപ്പായിട്ടും. ഇപ്പൊ തന്നെ ഈ കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഞാൻ പോലും പലപ്പോഴും ഫുഡ് ഓർഡർ ചെയ്തിട്ട് പൈലോട്ട് വെക്കാൻ വന്ന ആ ടൈമിൽ കോൾ വന്നിട്ട് അത് കളഞ്ഞ് കൈയും കഴുകി പോയിട്ടുണ്ട്. കുളിക്കാൻ കയറി നിന്ന് കുളിച്ചിറങ്ങി സോപ്പും പഴയ ഡ്രസ്സും ഷർട്ടും ഒക്കെ വാരിയിട്ട് ഓടിപ്പോയ അവസ്ഥകളുണ്ട്. അർഹിച്ച റെസ്പെക്ട് കിട്ടാറുണ്ടോ? ഇല്ല, ഒരിടത്തൊന്നുമില്ല. എല്ലാവർക്കും നമ്മളെ കാണുമ്പോൾ അറപ്പാണ്. അറപ്പാണോ? ഞാൻ ഇതിപ്പോ ഒരു കാര്യം പറയുകയാണെങ്കിൽ പലയിടത്തും ഞാനിപ്പോൾ ഈ ലാസ്റ്റ് ഒരു വീട്ടിൽ ഒരു ബോഡി എടുക്കാൻ പോയപ്പോൾ കുടിക്കാൻ വെള്ളം തരാമെന്ന് ചോദിച്ചപ്പോൾ അവർ പേപ്പർ ഗ്ലാസ് ഇല്ലേ, പേപ്പർ ഗ്ലാസ്സിൽ വെള്ളം കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് നമ്മളെ വേറെ രീതിയിൽ കാണുന്നത്. പലരോടത്ത് ഒരു ഹോട്ടലിൽ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞാണ്, നീയൊക്കെ കാരണം എനിക്ക് ജോലിയില്ലാത്ത, നീ ശവം കൊണ്ടുപോകുന്ന വണ്ടിയില്ലേ, നീ എവിടെയെങ്കിലും ഇപ്പോൾ ഇടിച്ച് ചാവൂടാണ്. അപ്പോൾ അവിടെ ഹോട്ടലിലെ ഓണറൊക്കെ നമുക്കറിയാവുന്ന പുള്ളിക്കാരൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. ഞാൻ കുറച്ച് കഴിഞ്ഞാൽ സ്റ്റക്കായി പോയി, എനിക്ക് പറയണമെന്ന് അറിയത്തില്ല. ചില ബോഡീസ് നമ്മൾ എടുക്കുന്ന സമയത്ത് എൻ്റെ കൈ മുറിയാറുണ്ട്. അതുപോലെ തന്നെ ഈ ബോഡിയായിട്ട് വണ്ടിയും കൊണ്ട് പോകുന്ന സമയത്ത് കുറേ അനർത്ഥങ്ങൾ സംഭവിക്കുക, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങൾ സംഭവിക്കുക. പൂച്ച കുറുകിയാടുക, വണ്ടികൾ കൊണ്ട് ക്രോസ് വെക്കുക, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പണികൾ, വണ്ടി ഓഫായി പോവുക. ചില മേലുകൾ ഇങ്ങനെ വണ്ടി ക്രോസ് പോകുക തോന്നും, ആളുകൾ എടുത്ത് നിൽക്കുന്ന പോലെ തോന്നും. ചില ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നതൊക്കെ തോന്നും. വെറൈറ്റി ആയിട്ടുള്ള തോന്നലുകളുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ട്. ഹലോ ആൻഡ് വെൽക്കം ടു ഗ്ലോബൽ വില്ലേജ് നെറ്റ്വർക്ക്. ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഒരു ആംബുലൻസ് ഡ്രൈവറാണ്, ഡോക്ടർ റാബിറ്റ് വിജയ. വെൽക്കം. ഹായ് വിജയ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ആംബുലൻസ് ഡ്രൈവർ അവരുടെ ലൈഫിൽ ഡേ ടു ഡേ ഒരുപാട് എന്താ പറയുക, സിനിമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അല്ലേ ഓരോ ഡേയും കണ്ടു വരേണ്ടതല്ലേ. ഇമോഷണലി ആണെങ്കിലും പല ആളുകളുടെയും ഡിഫറെൻറ്റ് ഇമോഷൻസും എല്ലാം നിങ്ങൾ കണ്ടുവരിക. ശരിക്കും എന്തായിരുന്നു ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യാനായിട്ട്, എങ്ങനെയാണ് ചൂസ് ചെയ്തത്? ശരിക്കും പറഞ്ഞാൽ ഞാൻ ആക്ച്വലി പഠിക്കുന്നത് BVSC ഞാൻ പഠിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു കോഴ്സ് ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ നാട്ടിൽ എനിക്ക് മെഡിക്കൽ ഫീൽഡിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പണ്ട് കുറച്ച് വർഷം മുമ്പ് ഞാൻ ഈ +2 കഴിഞ്ഞിരുന്ന സമയത്ത് നാട്ടിലൊരു പയ്യനുണ്ടായിരുന്നു ആംബുലൻസ് ഓടുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം അവൻ്റെ കൂടെയാണ് ഞാൻ ആംബുലൻസിൽ പോണത്. എവൻച്വലി അവനൊരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒമിനി ആംബുലൻസ് ആണ് ഫസ്റ്റ്. അപ്പോൾ അതിൽ ഒരു ഡ്രൈവറും ഒരു കോപ്പൈലറ്റും കാണും. കോപ്പൈലറ്റ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരാൾ കാണും. അപ്പോൾ ആദ്യമായിട്ടൊരു 1-2 തവണ അവൻ്റെ കൂടെയാണ് ഫസ്റ്റ് ടൈം പോണത്. അപ്പോൾ നമ്മൾ ലൈഫിൽ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു സംഭവമാണ് ഈ ആംബുലൻസ് ലൈഫ് എന്ന് പറയുന്നത്. കാരണം ഇപ്പം നോർമലി വണ്ടി ഓടിക്കുന്ന ലൈസൻസ് എടുത്ത് വണ്ടി ഓടിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ പോകുന്നത് നമ്മൾ ഈ ആംബുലൻസ് ഡ്രൈവേഴ്സ് വണ്ടി ഓടിക്കാൻ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ അന്നത് ശരിക്കും ഞാൻ മനസ്സിലാക്കിയത് അന്ന് ആ പയ്യൻ്റെ കൂടെ, നമ്മുടെ ഫ്രണ്ട് തന്നെയാണ്, കണ്ണൻ എന്നാണ് പേര്, അതിൻ്റെ കൂടെ പോകുമ്പോഴാണ്. പിന്നെ കോഴ്സൊക്കെ കഴിഞ്ഞു, ചെറിയ ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഫ്ലോപ്പായി, എല്ലാം പോയി. അതിനുശേഷം പിന്നെ ഒരു തോട്ട് വന്ന് എന്തുകൊണ്ട് ആംബുലൻസിൽ കയറിക്കൂടാ. അങ്ങനെയാണ് ഒരു ആംബുലൻസ് ഫീൽഡ് ആദ്യം ട്രിവാൻഡ്രത്താണ് ചെല്ലുന്നത് ഫസ്റ്റ് തുടങ്ങുന്നത്. ഇൻസ്റ്റഗ്രാമിൽ ബയോ ഉണ്ടല്ലോ, എന്തായിരുന്നു ആ ബയോ? അൺഫിനിഷ്ഡ് ഡോക്ടർ എന്നുണ്ട്. അതെ. അപ്പോൾ പഠിച്ചത് BVSC ആണ്, ബാച്ചിലർ ഓഫ് വെറ്റിനറി സയൻസ്. അപ്പോൾ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്ന് ചോദിച്ചാൽ അറിയില്ല, ഡിസൈനുകൾ പറ്റിയില്ല, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമ്മളതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് കാര്യമില്ല. നമ്മളതിൽ നിന്ന് കഴിഞ്ഞാൽ മേ ബി ചിലപ്പോൾ നമ്മുടെ ഫ്യൂച്ചറിനെ ബാധിക്കാം. അപ്പോൾ എന്താണോ ചെയ്യാൻ ആഗ്രഹം അത് ചെയ്യുക എന്നുള്ള രീതിയിൽ ഞാൻ ഇറങ്ങിയതാണ്. അതെ. എന്നിട്ട് ഇപ്പോൾ എന്താ തോന്നുന്നത്? അന്നെടുത്ത തീരുമാനം എത്രത്തോളം നല്ലതായിരുന്നു? ഇപ്പോൾ ശരിക്കും ഒരുപാട് സന്തോഷമുണ്ട്. ലൈക്ക് ഈ ഒരു 2 ഇയേഴ്സ് ഒരു കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പോലും ചില സമയത്ത് ആലോചിച്ചിട്ടുണ്ട്, ഞാൻ തന്നെയാണോ ചെയ്തേക്കണേ, നമ്മളെ കൊണ്ട് പറ്റിയ കാര്യമാണോ. ലൈക്ക് ചില സമയം അറ്റ് എ ടൈമിൽ നമ്മൾ ചില കേസ് എടുക്കാൻ പോകുമ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യനിങ് വരും നമ്മുടെ സെൽഫോട്, ലൈക്ക് ഇതിനെ കൂടെ ചെയ്യാൻ പറ്റുമോ. ലൈക്ക് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു ഇവിടെ ആലുവയിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കൊച്ചിനെ ജനിച്ച് 4 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ 4 ദിവസം മാത്രമേ പ്രായമുള്ളൂ. അപ്പോൾ ആ കുഞ്ഞിന് പെട്ടെന്ന് ഷുഗർ ലോ ആയിട്ട് അതിനെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം. അപ്പോൾ ഈ കുഞ്ഞിനെ നമ്മളിപ്പോൾ ഒബിയസ്ലി എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഇങ്ങനെയൊക്കെയുള്ള കേസ് എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് മനോധൈര്യം ഭയങ്കരമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേടി തോന്നാറില്ലേ, അല്ലെങ്കിൽ ഈ അറപ്പ് തോന്നാറില്ല, അങ്ങനെ തോന്നാറില്ലേ. അല്ലെങ്കിൽ നമുക്ക് ഈ കുട്ടികളുടെ കാര്യം എത്തുമ്പോഴത്തേക്കാണ് നമ്മൾ കുറച്ചുകൂടെ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയി പോകും. അതെ, ഭയങ്കരമായിട്ട് വീക്കായി പോകും. അപ്പോൾ ഈ 4 ദിവസമുള്ള ഒരു കുഞ്ഞിനെ ഒരു നേഴ്സ് ഇങ്ങനെ കൈ പിടിച്ചിരിക്കുക, ഫ്ലൂയിഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ ഇതൊരു ബേസിക് ആംബുലൻസ് ആണ്, മനസ്സിലായി. അപ്പോൾ ഇതിനകത്ത് എക്സ്ട്രാ നേഴ്സോ കാര്യങ്ങളോ ഇല്ല, നമ്മൾ അറ്റ ഡ്രൈവർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് അവിടെ എന്നോട് ചോദ്യം,
മനസ്സിലിങ്ങനെ തോന്നി എന്നെ കൊണ്ട് പറ്റുമോ. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോഴത്തേക്ക് പറ്റാതിരിക്കാനൊന്നുമില്ല. അവിടുന്ന് ജസ്റ്റ് വണ്ടി എടുത്തു, ഫ്യൂ മിനിറ്റ്സ് എടുത്തുള്ളൂ നേരെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറേ പേര് ഹെൽപ്പിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പോലീസിലൊക്കെ ഇൻഫോം ചെയ്തിട്ട് സാറേ ഇങ്ങനെ കുട്ടീനെ കൊണ്ടുപോകുന്നുണ്ട്, അപ്പോൾ ബേസിക്കാണ്, ചെറിയ വണ്ടിയാണ്, നമ്മളെ കൊണ്ട് എത്തിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അന്നാണ് എനിക്ക് മനസ്സിലായത് ശരിക്കും പറഞ്ഞാൽ കുറേ ഒന്നും ആവശ്യമില്ല, നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളുള്ളത്. ഈ ഷർട്ട് പോലും ഇടാതെ ഒരു ആംബുലൻസ് ഡ്രൈവർ ഇങ്ങനെ ഒരു കുട്ടീനെ കൊണ്ട് ഓടുന്ന ഒരു സീൻ ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും അങ്ങനെയാണല്ലേ ഓരോരുത്തരുടെയും ലൈഫ്? പിന്നെ ഉറപ്പായിട്ടും ഇപ്പൊ തന്നെ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം ഫുഡ് ഓർഡർ ചെയ്തിട്ട്, ഞാൻ പോലും പലപ്പോഴും ഫുഡ് ഓർഡർ ചെയ്തിട്ട് പൈലോട്ട് വെക്കാൻ വന്ന ആ ടൈമിൽ കോള് വന്നിട്ട് അത് കളഞ്ഞ് കൈയും കഴുകി ഓടിയിട്ടുണ്ട് ഹോട്ടലുകാരോട് പറഞ്ഞിട്ട്. കുളിക്കാൻ കയറി നിന്ന് കുളിച്ചിറങ്ങി സോപ്പും പഴയ ഡ്രസ്സും ഷർട്ടും ഒക്കെ വാരിയിട്ട് ഓടിപ്പോയ അവസ്ഥകളുണ്ട്. നമ്മൾ ഒരു തവണ പോലും കണ്ടിട്ടോ അറിയാത്ത ആളുകൾക്ക് വേണ്ടിട്ടല്ലേ? അതെ അതെ. ശരിക്കും ഇതുപോലെ എപ്പോഴെങ്കിലും ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയിട്ട് കരഞ്ഞു പോയിട്ടുണ്ടോ അറിയാത്ത ഒരാൾക്ക് വേണ്ടി? ഒരുപാട് കേസ് കരഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുന്ന ടൈമിൽ അവിടെ ഒരു കാട്ടാക്കടയ്ക്കടുത്ത് ഒരു വെള്ളം അടിച്ചിട്ട് ഒരു പുള്ളിക്കാരൻ ബൈക്കിൽ വന്നിട്ട് അപ്പൂപ്പൻ്റെ കൈ പിടിച്ചു പോയ ഒരു കുഞ്ഞിനെ 3 വയസ്സ് പ്രായവും 4 മാസം ഉണ്ടെന്നും ഇടിച്ച് തീർപ്പിച്ചു കളഞ്ഞു. അപ്പോൾ ആ കുഞ്ഞ് സ്പോട്ടിൽ മരണപ്പെട്ടതാണ്. എന്നിരുന്നാലും അവിടുത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകാൻ നേരം നമ്മളവിടെ നിൽക്കുകയാണ്, ഈ കേസ് കണ്ടുകൊണ്ട് നിൽക്കുക. അപ്പം ഓൾറെഡി കുഞ്ഞ് ഡെത്താണെന്നുള്ള കാര്യം വീട്ടുകാരോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അവിടുന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കൊണ്ട് ചെന്ന് പിറ്റേന്ന് രാവിലെ അവിടുന്ന് ആ ബോഡി റിക്കവർ ചെയ്ത് നമ്മൾ ഈ ആദ്യം കൊണ്ടുപോയ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിൽ വെക്കണം. അപ്പോൾ ഞാനാണ് ആ കേസ് എടുക്കാൻ പോയത്. ചെന്ന് നോക്കുമ്പം ഈ സൈസ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഓർമ്മയുണ്ട്, നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുക കറക്റ്റ് ഈ സൈസിൽ നമുക്ക് ചേർത്ത് പിടിക്കാൻ ഉള്ളതേ ഉള്ളൂ. പക്ഷെ അന്ന് എൻ്റെ കൂടെ ഒരു പയ്യനും ഉണ്ടായിരുന്നു, നന്ദു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും അവനും ശരിക്കും ട്രോമ അടിച്ച് കണക്കായിപ്പോയി. കാരണം ആ കുഞ്ഞിൻ്റെ കണ്ണ് എനിക്കിന്നും ഓർമ്മയുണ്ട്. അത് പറയാം, എനിക്ക് എത്ര പേർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സ്റ്റിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരു കണ്ണ് ഇങ്ങനെ പായി തുറന്നിരിക്കുക, ഇവിടെ ഇങ്ങനെ ചെറിയൊരു അമങ്ങിയ പാടുണ്ട്, കുഴി പോലെ, നല്ല വെളുത്തിട്ടൊരു കൊച്ച്. അപ്പോൾ ഞാനത് ആംബുലൻസിൽ ഇങ്ങനെ പുറപ്പിച്ച് കിടത്തിയേക്കാണ്. ഒമ്മിനെ കൊണ്ട് നിർത്തി പുള്ളിക്കാരൻ ട്രോളി എടുക്കാൻ പറഞ്ഞാൽ പറഞ്ഞിട്ട് ട്രോളി എടുക്കണ്ട, കയ്യിലെടുക്കാവുന്നേ ഉള്ളൂ. നമ്മളിങ്ങനെ കോരി എടുത്ത് തോളത്ത് വെച്ചു, നേരെ നടന്ന് മോർച്ചറിയിൽ അതിൽ കൊണ്ട് ഇറക്കി വെക്കാൻ നേരം ശരിക്കും പറഞ്ഞാൽ അവിടെ തൊട്ട് അങ്ങോട്ട് പിന്നെ റൂമിലെത്തി ഒരു കുറച്ച് മണിക്കൂറത്തേക്ക് സ്റ്റക്കായ ഒരവസ്ഥയാണ്. സ്റ്റക്കായെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ആഹാരം കഴിക്കാൻ തോന്നില്ല. അത് പിന്നെ റിപ്പീറ്റ് അടിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അത് പിന്നെ ഞാൻ ഒരു വീഡിയോയ്ക്ക് ഇൻസ്റ്റയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ ഫസ്റ്റ് കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങുന്ന ആ ഒരു സമയം തൊട്ടാണ് ആയിരുന്നു. പിന്നെ രണ്ടാമത് എനിക്കുണ്ടായ ഒരു അനുഭവം, സത്യം പറഞ്ഞ ഒരു കാര്യം പറയട്ടെ, ഈ അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരിക്കുന്ന ഒരവസ്ഥ ഞാൻ ശരിക്കും ഈ ഇടയ്ക്ക് കാണാനൊരിടയുണ്ടായി. അപ്പോൾ പുള്ളിക്കാരൻ അറ്റാക്ക് വന്ന് മരിച്ചാണ്, മകൻ. അപ്പോൾ അച്ഛനുണ്ട്, അച്ഛൻ എൻ്റെ തൊട്ടിപ്പുറത്തിരിക്കുന്നു, ബാക്കിൽ അമ്മ ഇരിക്കുന്നു, അതിൻ്റെ ബാക്കിൽ സഹോദരി ഇരിക്കുന്നു. ഈ അച്ഛൻ ഈ സൈഡിൽ ഇരുന്നിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുക. അപ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടാണ്. അപ്പോൾ നമുക്ക് ഈ അച്ഛൻ്റെ സ്നേഹവും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ പുള്ളി ഇങ്ങനെ ഈ മകന് വേണ്ടി ചെയ്തു കൊടുത്ത കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴും നമ്മുടെ കണ്ണിന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുക. നമുക്ക് കരയാൻ പറ്റില്ല, ഒച്ചയെടുക്കാൻ പറ്റില്ല. അപ്പോൾ വണ്ടി ഓടിക്കുന്നുണ്ട്, ഹോൺ അടിക്കുന്നുണ്ട്, ഞാൻ ഈ സൈഡിലോട്ട് നോക്കുകയില്ല. അപ്പം നോക്കുന്നുണ്ട്, ഈ സൈഡിലോട്ട് നോക്കൂ, കണ്ണിന് ഇങ്ങനെ വെള്ളം വരികയാണ്, നമുക്ക് ഒച്ചയെടുക്കാൻ പറ്റില്ല. ഒച്ചയെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കണ്ടു കഴിഞ്ഞാൽ അവർക്കത് കൂടുതൽ വിഷമമാവുമോ. അവസാനം പുള്ളി ഇറങ്ങാതെ ഞാനിങ്ങനെ തോളത്ത് ഇങ്ങനെ തട്ടിയിട്ട് കുഴപ്പമില്ല എന്നുള്ളത് തട്ടിയിട്ട് ഞാൻ എന്നിട്ട് മുഖത്ത് നോക്കിയിട്ടില്ല. നമുക്കത് അങ്ങനെയൊക്കെ ചില ഇൻസിഡൻറ്റ്. പിന്നെ ഇതുപോലെ തന്നെ ഈ കഴിഞ്ഞിടയ്ക്ക് അവിടെ മരിച്ച കൂട്ടക്ക് ആത്മഹത്യയില്ലേ, അതിൽ ആ കുഞ്ഞ് വെറും 1.5 വയസ്സേ ഉള്ളൂ. അപ്പോൾ ആ കുഞ്ഞിൻ്റെ ബോഡി അവിടെ മോർച്ചറിയിൽ നിന്ന് കൊണ്ടുവരുന്ന ടൈമിൽ നമ്മൾ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇച്ചിരിയേ ഉള്ളൂ, ചെറിയൊരു പൊടി കൊച്ച്. അത് വെള്ള ഫ്രോക്കൊക്കെ ഇട്ട്, അപ്പോൾ അവരുടെ വീട്ടുകാർ പൈസ തന്ന് നമ്മൾ പോയി ഡ്രസ്സ് മേടിച്ചുകൊണ്ട് വന്ന് ഇട്ടു, സോക്സും ഒരു വെള്ള ഫ്രോക്കും ഒക്കെ ഇട്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമ്മളൊരു 1.5 വയസ്സുള്ള കുഞ്ഞിനെ കാണുമ്പോൾ, ഇപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞ് 2 വർഷമായി, എനിക്കിതൊരു കുഞ്ഞില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു 1.5 വയസ്സുള്ള കുട്ടീനെ കാണുമ്പോൾ അതൊരു വല്ലാത്ത ഷോക്കാണ്. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞിനെ എടുത്ത് ആംബുലൻസ് കയറ്റാൻ നേരവും പല ഡ്രൈവേഴ്സും ഉമ്മ കൊടുത്തിട്ടുണ്ട്, കൊച്ചിന് ഉമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ. അപ്പം ആ ഒരു കുഞ്ഞിന് പ്രയോറിറ്റി കൊടുത്താണ് ഞങ്ങൾ ശ്മശാനത്തോട്ട് ആ വണ്ടി പോയത്. ആദ്യം കുഞ്ഞിനെ വിട്ട് അതിൻ്റെ ബാക്കിൽ അതിൻ്റെ ഇളയ കുഞ്ഞ്, അതിൻ്റെ മൂത്ത കുഞ്ഞ്, അതിൻ്റെ ബാക്കിൽ അതിൽ മൂത്ത കുഞ്ഞ്, പിന്നെ അമ്മൂമ്മ, ആ ഒരു രീതിയിലായിരുന്നു ഞങ്ങൾ ശ്മശാനത്തേക്ക് കൊണ്ടുപോയത്. ഈ സൂയിസൈഡ് ഇങ്ങനത്തെ കേസസ് ഒക്കെ കാണുമ്പോഴത്തേക്കാണല്ലേ ഈ ലൈഫൊക്കെ ഇത്രേ ഉള്ളൂ അല്ല അങ്ങനത്തെ ഒരു റിയലൈസേഷൻ വരുന്നത്? അല്ല, ലൈഫൊക്കെ ഇത്രേ ഉള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈഫ് ഇത്രയല്ല, ഒരുപാടുണ്ട് കേട്ടോ. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ എല്ലാവരും ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നത്. ഞാൻ 2024 ഈ ബിസിനസ് എല്ലാം പൊളിഞ്ഞ ടൈമിൽ ഞാൻ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പം ആ ഒരു ടൈമിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലൈഫിലൊരു പോയിന്റിൽ നമ്മൾ ജീവിതം തീർക്കാൻ തീരുമാനിക്കും. പക്ഷെ അവിടെ നിന്നൊരു ചെറിയൊരു ശക്തി നമുക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബലം നമുക്കുണ്ടെങ്കിൽ നമ്മൾ കയറി വരുവാണെങ്കിൽ നമുക്ക് ഇനിയും ലൈഫ് കിടക്കണം. പക്ഷെ അതൊരു ക്രൂഷ്യൽ മൂമെൻ്റ് ആട്ടോ. ആ മൊമെൻറ്റിൽ നമുക്ക് ആരോടൊന്നും പറയാൻ തോന്നില്ല. പക്ഷെ ഞാൻ ഒരിക്കലും ഈ സൂസൈഡ് ചെയ്യുന്നവർ ഒരിക്കലും കുറ്റം പറയില്ല. പക്ഷേ അവർക്ക് ആ ഒരു സ്മോൾ സർക്കിൾ അല്ലെങ്കിൽ ഒരു സറൗണ്ടിൽ പറയാൻ ആരും ഇല്ലെങ്കിൽ കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ, ഞാൻ തിരുവനന്തപുരത്ത് ഇതേപോലെ ഇന്ന ടൈമിൽ അവിടെ അടുത്ത് തന്നെ ഒരു പയ്യൻ 21 വയസ്സ് ഉള്ള പയ്യൻ സൂസൈഡ് ചെയ്തു, ഹാങ് ചെയ്താണ്. അപ്പോൾ ഈ പയ്യൻ തൂങ്ങിയത് കണ്ടപ്പോൾ തന്നെ നമ്മളെ വിളിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് നിന്നൊരു 2 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെന്ന് റൂമിലോട്ട് കയറി ചെന്ന പാടെ കാണുന്നത് പയ്യൻ ഇങ്ങനെ തൂങ്ങിക്കണം. ആദ്യമായിട്ട് അപ്പോഴാണോ? ഫസ്റ്റ് ടൈം ഞാൻ അന്നാണ് ശരിക്കും ഈ ഹാങ് ചെയ്യുന്ന ഒരാളെ ഞാൻ ആദ്യം അന്നാണ് കാണുന്നത്. അതൊരു എൻകൗണ്ടർ ചെയ്ത പോലെ ചെന്ന് കാണുന്നതും പയ്യൻ ഇങ്ങനെ തൂങ്ങിയിരിക്കണതാണ്. അപ്പോൾ കുറച്ച് നേരം ഞാനങ്ങ് സ്റ്റക്കായി പോയി. അപ്പം അടുത്തുനിന്ന് ആൾക്കാർ പെട്ടെന്ന് എന്താ ചെയ്യേണ്ടെന്നുള്ള രീതിയിൽ, അപ്പം പെട്ടെന്ന് ഈ അമ്മ വന്നിട്ട് ഭയങ്കര കരച്ചിലും മകനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അമ്മ ഇത് കണ്ടു അല്ലേ? പിന്നെ അമ്മ നേരിട്ട് കണ്ടു. കാരണം ഈ അമ്മ പാല് പഠിക്കാൻ പോയ സമയത്താണ് ഈ പയ്യൻ ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ ചെന്ന് അഴിച്ച് താഴെ ഇറക്കി. നമ്മൾ ഒരിക്കലും ഈ നോട്ട് അഴിക്കാൻ പറ്റില്ല. ഇല്ല, കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആളെ നേരിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുചെന്ന് മോർച്ചറിലാക്കി കഴിഞ്ഞാൽ അവരാണ് ബാക്കി പോലീസും കാര്യങ്ങളൊക്കെ വന്ന് അവരാണ് ഇൻക്വസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ബാക്കി പ്രൊസീജിയറെല്ലാം ചെയ്യേണ്ടത്. നമ്മളത് അഴിക്കാൻ പാടില്ല. അപ്പോൾ ആ ടൈമിൽ അമ്മ, നമ്മൾ ഈ പൾസ് നോക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പൾസ് നോക്കുന്ന സമയത്ത് ഞാൻ ഈ അമ്മ ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല, അമ്മ പേടിക്കണ്ട, പ്രശ്നമൊന്നുമില്ല എന്ന്. അപ്പോൾ നമ്മൾ ആ ഒരു ധൈര്യം ഉൾക്കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അത്രയും ഉള്ളിൽ അത്രയും പൊളിഞ്ഞിരിക്കുകയായിരിക്കും ഉള്ളിൽ നമ്മൾ. പിന്നെ ഭയങ്കരമായിട്ട്. അപ്പം അമ്മ കരയുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ അമ്മേനെ ഓർമ്മ വരിക. അപ്പോൾ ആ ഒരു ടൈമിൽ കുഴപ്പമൊന്നുമില്ല അമ്മ, വരും, പ്രശ്നമൊന്നുമില്ല, പൾസിൻ്റെ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണെന്ന് പറഞ്ഞ് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോവുകയും പിറ്റേ ദിവസം അതേ പയ്യൻ്റെ ബോഡിയായിട്ട് ആ വീട്ടിലോട്ട് വന്ന് കയറുന്ന അവസ്ഥ ഭയങ്കരമായിരുന്നു. അപ്പോൾ അമ്മ 2-3 ചോദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇതാണോടാ ജീവനോടെ വരുമെന്ന് പറഞ്ഞാൽ ഞാൻ പോയില്ല, എന്നെ വിട്ട് പോയില്ല, എനിക്ക് ആരും. അപ്പം ആ സമയത്ത് ഒരു വിങ്ങലിങ്ങനെ ഉള്ളിൽ വന്നിട്ട് എനിക്ക് അവിടെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല. അപ്പം പലയിടത്തും നമ്മൾ ഇതുപോലെ തന്നെ ഇവിടെ എറണാകുളത്ത് വേറൊരു ഇൻസിഡൻറ്റ് ഉണ്ടായത്, കൊച്ചുമക്കളും എല്ലാം ഉണ്ട്. ഒരച്ഛന് പെട്ടെന്ന് ഒരു നെഞ്ചുവേദന വന്നു. അപ്പോൾ അച്ഛൻ മക്കളോട് പറഞ്ഞു, കുഴപ്പമില്ല മോളെ, ചെറിയ നെഞ്ചുവേദന, ഞാൻ ഇപ്പം ഇനി വരുമെന്ന് പറഞ്ഞിട്ട് വണ്ടിയിലൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോഴത്തെ ആൾ പോയി. തിരിച്ച് ആ ഭൗതിക ശരീരം ഞാനാണ് കൊണ്ടുപോകണം വീട്ടിലേക്ക്. അപ്പോൾ ഈ വീട്ടിലേക്ക് സ്ട്രക്ചറിൽ കുറച്ച് ഉന്തി പോകാനുണ്ട്. അപ്പോൾ പോയി വീട്ടിനകത്തോട്ട് കയറിയപ്പോൾ തന്നെ കുറച്ച് ആളുകൾ പെട്ടെന്ന് ഇറങ്ങി വന്നിട്ട്, ഇതാണോ അച്ഛാ നിങ്ങൾ വരുമെന്ന് പറഞ്ഞ് പോയെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു കൂട്ടക്കരച്ചിൽ ഇങ്ങനെ തലയ്ക്കകത്ത് ഭയങ്കരമാണ്. അത് നമ്മൾ കരഞ്ഞു പോകും. ഓഫ്കോഴ്സ് നമ്മൾ ഏതൊരു മനുഷ്യനാണെങ്കിൽ കരഞ്ഞു, ഉറപ്പായിട്ട് കരഞ്ഞു. പിന്നെ ഭയങ്കരമായിട്ട് എത്ര മനക്കെട്ടി ഉള്ളവനാണെങ്കിലും അവിടെ നിന്ന് കണ്ണ് നിറഞ്ഞു. ഞാനൊക്കെ കണ്ണ് നിറഞ്ഞിട്ട് അവിടുന്ന് മാറി നടന്ന് മതിലിൻ്റെ സൈഡിൽ പോയി അനങ്ങാൻ നിന്നിട്ടുണ്ട്. കാരണം ഇവരുടെ ഈ കരച്ചിൽ കണ്ടിട്ട് നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ പേരൻസിനെയും ഇപ്പൊ ഒരു വൈഫാണെങ്കിൽ നമ്മുടെ വൈഫിനെയും നമ്മുടെ അമ്മ അങ്ങനെ ആയിരിക്കുമല്ലേ ഓർമ്മ വരുന്നത്? അതെ, ഉറപ്പായിട്ടും. നമ്മളിപ്പോൾ ഒരു കേസ് എടുക്കാൻ പോകുന്ന സമയത്ത് ഇപ്പോൾ അമ്മയായാലും കുഞ്ഞായാലും മകനായാലും ആരായാലും ഒന്നീ നമ്മുടെ അനിയനായിട്ട് നമുക്ക് ഓർമ്മ വരും, അല്ലെങ്കിൽ നമ്മുടെ പെങ്ങളായിട്ട് ഓർമ്മ വരും, അമ്മയായിട്ട് ഓർമ്മ വരും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അതായിരിക്കും നമുക്ക് സ്ട്രൈക്ക് അടിക്കാം. പിന്നെ ഈ ഇടയ്ക്ക് ആലുവയിൽ മഴയത്തൊരു പയ്യൻ മരിച്ചിട്ടുണ്ടായിരുന്നു. മഴയത്ത് ഒരു ബൈക്കിൽ നിന്ന് തെന്നി വീണിട്ട് ലോറി കയറിയിട്ട് ഒരു പയ്യൻ മരിച്ചിട്ടുണ്ടായിരുന്നു. ആ പയ്യൻ്റെ അന്ന് ആ ഹോസ്പിറ്റലിൽ കയറ്റിയിടം തൊട്ട് പിറ്റേന്ന് ആ പയ്യൻ്റെ ഭൗതിക ശരീരം അടക്കുന്നവരെ ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്തൊന്നും ഉറങ്ങാൻ പറ്റില്ല, എല്ലാവരുടെ കൂടെ മോർച്ചറിയിലും ഇവിടെയൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഈ പയ്യൻ്റെ അമ്മയുടെ ചേച്ചീനെ കാണാൻ അവിടെ വന്നതാണ്. മഴ ആയതുകൊണ്ട് ഇവരെ ഓട്ടോ കയറ്റി വിട്ടിട്ട് ഈ പയ്യൻ സ്കൂട്ടർ എടുത്ത് വന്നതാണ്. പിന്നെ അറിയണത് ഈ പയ്യൻ മരിച്ചു എന്നുള്ള വാർത്തയാണ്. അന്ന് വൈകുന്നേരം വീട്ടിൽ കൊണ്ടുപോകുന്ന സമയത്ത് ശരിക്കും നമ്മൾ ഒരു കരച്ചിലും കാര്യങ്ങളും ഭയങ്കരമാണ്. ഈ വീട്ടിൽ നിന്നൊക്കെ ഇതുപോലെ അസുഖമായിട്ട് ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോകുന്നവരെ തിരിച്ച് വീണ്ടും ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അതൊരു അല്ല, എൻ്റെ ലൈഫിൽ അങ്ങനെ ഞാൻ നോക്കുവാണെങ്കിൽ ഇതുവരെ അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല. ഇതുവരെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഒരു കേസ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഇപ്പോൾ അടുത്ത അമ്മയോ അല്ലെങ്കിൽ ചേച്ചി ആരെല്ലാം ചോദിക്കും എന്ത് പറ്റിയാന്ന് ചോദിക്കും ഫസ്റ്റ്. അപ്പം പേഷ്യൻ്റെ കാണുന്ന സമയത്ത് ശ്വാസം മുട്ടലുണ്ടെങ്കിൽ ചോദിക്കും ശ്വാസം മുട്ടലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കേസിലൊന്നും OT വെച്ച് പോകാൻ പാടില്ല. എന്നാലും ചില കേസുകൾ നമുക്ക് OT വെക്കാം. അപ്പോൾ ചിലർക്ക് OT കേസാണെങ്കിൽ OT വെച്ച് കൊണ്ടുപോകും. പിന്നെ നമ്മുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക. ബേസിക് CPR കൊടുക്കാനൊക്കെ അതെല്ലാം അറിയാം നമുക്ക്, ബാക്കിയുള്ള കാര്യങ്ങൾ. കാരണം ഓൾറെഡി ഞാൻ മെഡിസിൻ ഫീൽഡ് ആയതുകൊണ്ട് 3 വർഷം പഠിച്ചതുകൊണ്ട് ശരിക്കും എല്ലാവരും പഠിക്കേണ്ടതാണ്. എല്ലാവരും പഠിക്കേണ്ടതാണ്. കാരണം ഈ ബേസിക് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിൽ തന്നെ പല രീതിയിൽ പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ
ഇപ്പം പൊതുവേ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് വാരിയെടുക്കുക, പെട്ടെന്ന് വാരിയെടുത്ത് ഓട്ടോയിലൊക്കെ കയറ്റി കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ട്, അല്ലെ കാറിൽ കയറ്റി അങ്ങനെ കയറ്റിക്കൊണ്ട് പോകുമ്പോൾ ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പൊട്ടലുള്ള ഒരാളാന്ന് വെച്ചു, കഴുത്തിന് ഒരു ഫ്രാക്ചർ പറ്റിയ ആള് പെട്ടെന്ന് എടുത്ത് വലിച്ചു കയറ്റുമ്പോൾ ഇത് ബാക്കിലോട്ട് പോകുമ്പോൾ ഇവിടുത്തെ വെയിലിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. സാധാരണ ഫോറിൻ കൺട്രിയിലൊക്കെ നോക്കുവാണെങ്കിൽ അവള് ഫസ്റ്റ് ചെയ്യുന്നത് കോളർ ഇടുക, ഫസ്റ്റ് ഈ ഒരു എൻ്റെ റീജിയനിൽ പ്രശ്നമൊന്നും ഇല്ലാതെ വെക്കുക എന്നുള്ളതാണ്. പിന്നെ ബാക്കിയുള്ളത് പ്രോപ്പറായിട്ട് ബോഡി പിടിച്ചു വെച്ച് കെട്ടി ഒരു സ്പൈൻ ബോർഡിൽ കൊണ്ടുപോകാന്നുള്ളത്. നിങ്ങൾ സ്പോട്ടിൽ വന്ന് അങ്ങനെ ചെയ്യുള്ളൂ അല്ലേ? നമ്മൾ സ്പോട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള സമയം ഞാൻ തരത്തില്ല. കാരണം ഒരു ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആംബുലൻസ് കൊണ്ട് നിർത്തി സ്ട്രക്ചർ നമ്മൾ ഇറക്കുന്നതിന് മുമ്പ് ആൾക്കാർ ഒന്ന് പിടിച്ചിറക്കും. അതാണ് അവസ്ഥ. ഞാൻ പറഞ്ഞ ചേട്ടാ നിങ്ങൾ മാർക്ക് ഞാൻ പിടിക്കാം, എന്നിട്ട് സ്ട്രക്ചർ ഒന്ന് താത്ത് വെക്കുന്നതിന് മുമ്പ് ആളെ പൊക്കിയെടുത്ത് സ്ട്രക്ചർ വെക്കും. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പം വേറെ ചില റെയർ കേസുകളിൽ പേഷ്യന്റ് അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട്, അറസ്റ്റിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബേസിക്കലി കൊണ്ടുപോകുന്ന ഒരു പേഷ്യന്റ് പെട്ടെന്ന് ഒരു അറസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് CPR കൊടുക്കാൻ പറ്റില്ല. കാരണം വണ്ടി നിർത്തിയിട്ട് ഡ്രൈവറിന് ഇറങ്ങി CPR കൊടുക്കാൻ പരിമിതിയുണ്ട്. അപ്പം കൂടെ വരുന്ന ബൈസ്റ്റാൻഡേഴ്സിന് ആ ഒരു കാര്യം അറിയത്തില്ലെങ്കിൽ ശരിക്കും പെട്ടു. പിന്നെ ചില കേസുകളിൽ സീഷർ അടിക്കുന്ന കേസുകളുണ്ട്. സീഷർ അടിച്ചു കഴിഞ്ഞാൽ വായിന്ന് ഇങ്ങനെ ഫ്ലൂയിഡ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പം കുറച്ച് പേർക്കൊക്കെ അറിയാൻ തോന്നുന്നു, മേ ബി പലർക്കും അത് അറിയത്തില്ല. അപ്പം അങ്ങനെ ഒരു സീഷർ അടിക്കുകയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ചരിച്ച് കിടക്കുമ്പോഴത്തേക്ക് ഈ ഫ്ലൂയിഡ് റെസ്പിറേറ്ററി ട്രാക്കിലോട്ട് പോവാതിരിക്കാൻ വേണ്ടിയാണ് ചരിച്ചു കിടത്തുന്നത്. അപ്പൊ ഇത് വെളിയിലേക്ക് പോകും, അപ്പം കുറച്ചുകൂടെ ബ്രീത്ത് ചെയ്യാൻ പറ്റും. അല്ല, റെസ്പിറേറ്ററി ട്രാക്കിൽ ആ ഫ്ലൂയിഡ് ഇറങ്ങി പോവല്ലേ, അത് ലങ്സിൽ ചെല്ലും, അവിടെ വന്നിട്ട് പിന്നെ ശ്വാസം എടുക്കാൻ പറ്റാതാവും, പിന്നെ എഡിമ കാര്യങ്ങളൊക്കെ വരും. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പല കേസുകൾ ഇപ്പം തന്നെ ഞാൻ ലാസ്റ്റ് ഒരു കേസ് കൊണ്ടുപോയതിനകത്ത് ആ പെണ്ണ് 2 തവണ സീഷർ അടിച്ചു. അപ്പം എറണാകുളത്തുനിന്ന് GH കൊണ്ടുപോയിരുന്നു. ആ പോകുന്ന വഴിക്കൊന്ന് സീഷർ അടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചരിച്ച് കിടക്കാൻ പറഞ്ഞു. എന്നിട്ട് GH അവിടുന്ന് സീറ്റ് എടുക്കാൻ കൊണ്ടുപോയപ്പോൾ അവിടെയും ഇതേപോലെ സിമിലറായിട്ട് സീഷർ അടിച്ചു. അവിടുന്ന് പെട്ടെന്ന് കൊണ്ടുപോയി മെഡിസിൻ കൊടുത്തു, ആളെ ഓക്കെ ആക്കി IC ആംബുലൻസ് ഇട്ട് വേറെ ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ചെയ്തായി. ഈ ആക്സിഡന്റ് കേസസിന്റെ കാര്യം പറഞ്ഞില്ലേ, ഈ ആക്സിഡൻസ് ഒക്കെ ഫസ്റ്റ് തിങ് ഇതൊക്കെ നേരിട്ട് കാണുമ്പോഴത്തേക്ക് മൈൻഡ് മരവിച്ച് പോവില്ലേ? നമുക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായി പോവില്ലേ? അല്ല, അത് ഞാൻ വേറെ കാര്യം പറയട്ടെ. ഈ RTO കേസ് പല രീതിയിലുണ്ട്. ചിലത് തല ചതഞ്ഞു പോയ കേസുകളുണ്ട്, ചിലത് ചെല്ലുമ്പോഴത്തേക്ക് കാല് 2ആയിട്ട് ഒടിഞ്ഞു കിടക്കും, അടിഭാഗം 2ആയിട്ട് ഇങ്ങനെ ഒടിഞ്ഞ് തൂങ്ങിക്കിടക്കും. ചില കേസുകളിൽ വാരിയല് പൊട്ടിയ കേസുകൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഇടയ്ക്കൊരു സ്കൂളിൽ ചെന്നൊരു പയ്യനെ ഞാൻ എടുത്തു. ഓൾറെഡി അവൻ്റെ കയ്യിലൂടെ കമ്പ്യൂട്ട് ചെയ്യുക. അപ്പം കളിച്ചോണ്ടിരുന്ന വഴി കൈ കുത്തിയപ്പോൾ ഇത് ഒടിഞ്ഞ് വെളിയിൽ വന്നു. അപ്പോൾ ഇതിങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ പയ്യനവിടെ മണ്ണിലിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എല്ലാവരും ചെയ്യുന്ന പോലെ എടുത്ത് പൊക്കി എടുത്ത് കിടത്തി അവൻ്റെ വേദന നോക്കാൻ കൊണ്ടുപോകാം. അപ്പം ഞാൻ കുറച്ച് നേരം ഇന്ന് ചിന്തിച്ചപ്പോഴത്തേക്കും നമുക്ക് കോളർ ബാൻഡ് ഈ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാലും ഇത് ഇവിടെയാണ് ഒടിഞ്ഞേക്കുന്നത്, ഇതുകൊണ്ട് തൂങ്ങിപ്പോകും. അപ്പം ഞാൻ അവിടെ നിന്ന് ഒരു പെണ്ണിൻ്റെ ഷാള് മേടിച്ചിട്ട് ഈ എൻഡ് മൊത്തം ഈ എൻഡ് വരെ കവർ ചെയ്തു. ഇത്രയും ഭാഗം കവർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ തന്നെ കിടന്നോളും. എന്നിട്ട് മെല്ലെ എല്ലാവരും കൂടെ പൊക്കി ഷീറ്റ് അടിയിൽ കയറ്റി പൊക്കി ഇരുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കുറച്ചെങ്കിലും അവനൊന്ന് വേദന ഓക്കെയാണ്. അതിനുശേഷം അതേ വേദന എടുത്തിട്ടില്ല. പിന്നെ വേദന എടുത്തപ്പോഴാന്ന് വെച്ചാൽ ഹോസ്പിറ്റലിനകത്ത് കൊണ്ടുപോയപ്പോഴത്തേക്ക് ആൾക്കാർ പിടിച്ചപ്പോഴാണ് കൈ ഒന്ന് ജസ്റ്റ് അനങ്ങിയപ്പോൾ ചെറിയൊരു പെയിൻ ഉണ്ട്. അത് ഭയങ്കര പെയിനായിട്ടുള്ള കാര്യമാണ്. പിന്നെ ട്രെയിൻ തട്ടിയുള്ള കേസുകളുണ്ട്. അപ്പോൾ ഈ പുളിഞ്ചോട് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ട്രാക്ക് ക്രോസ് ചെയ്യുന്ന സമയത്തൊക്കെ ട്രെയിൻ വന്ന് ഇടിച്ചിട്ട്, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കേസുകളെന്ന് പറഞ്ഞാൽ ചിലടത്തൊന്നും മാംസം കാണില്ല. ഈ ലാസ്റ്റ് എടുത്തൊരു കേസിൽ ഈ തുടയിലൊന്നും മാംസമില്ല, ഇവിടെ ഒന്നും മാംസമില്ല, ഇവിടെ നിന്നൊരു വെയിൻ പൊട്ടിയിട്ട് ബ്ലഡ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കേസുകൾ എടുക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ഈ വെറ്റിനറി പഠിക്കുന്നവർ ഓൾറെഡി ഞങ്ങൾ പഠിച്ചവർക്ക് പോസ്റ്റ്മോർട്ടം കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളൊരു 2 മണിക്കൂറൊക്കെ പോസ്റ്റ്മോർട്ടം PF റൂമിൽ ചെന്ന് നമ്മൾ ഈ ആനിമൽസിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ബ്ലഡ് കണ്ടിട്ടുള്ള അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല. പിന്നെ ചിലർക്ക് അത് ഉണ്ടാവാൻ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ ഒരു എന്താ പറയുക, ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ വളർന്നു വന്ന ആൾക്കാർക്കാണ് ഇത് മെയിനായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. അതെ. അപ്പോൾ ബ്ലഡ് കാണുമ്പോഴത്തേക്ക് പടം തല ഇറങ്ങുക. പിന്നെ ഈ ബ്ലഡിന് ഒരു പ്രത്യേക സ്മെല്ലാണ്. അത് കാരണം നമ്മൾ ഈ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഒരുപാട് ബ്ലഡ് ആംബുലൻസിലായിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കഴുകി കഴിഞ്ഞാൽ ആ സ്മെല്ല് പോവില്ല. കുറച്ച് കഴിഞ്ഞ് പിന്നെ വെയിലത്തൊക്കെ ഇട്ടൊക്കെ ആക്കിയാലേ സ്മെല്ല് പോവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ബേൺ ചെയ്ത ബോഡീസ് ഉണ്ട്, ഈ സൂസൈഡ് ചെയ്യുന്ന പെട്രോളൊക്കെ ഒഴിച്ച് കത്തിച്ച്. അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചറിൽ പിടിച്ച് കിടത്തി അവരുടെ തൊലിയെല്ലാം സ്ട്രക്ചറിൽ ഇരിക്കും. പിടിക്കുന്ന അവരൊരിക്കലും സമാധാനമായിട്ട് കിടക്കൂല ആംബുലൻസിൽ, ഭയങ്കര വെപ്രാളമായിരിക്കും. കാരണം ഈ തൊലി, ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ ചെറിയ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ തൊലി ഇവിടുത്തെ പോകുമ്പോൾ ഭയങ്കര നീറ്റിലായിരിക്കും, അത് ഉണങ്ങി കഴിയുമ്പോഴും നീറ്റിലായിരിക്കും. അപ്പോൾ ആ തൊലി ഒന്ന് കരിയുന്ന അവസ്ഥയിൽ ആലോചിക്കും. അപ്പോൾ എൻ്റെ ബോഡി ഒരു 30, 40, 50% കരിഞ്ഞവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട്
ആംബുലൻസിൽ കിടന്നിട്ട് ഒരിക്കലും ഇറങ്ങി കിടക്കൂല. ശരിക്കും അത്രയും എന്താ പറയാ, ഈ പറയുന്ന ആരും ചെയ്യാണ്ടിരിക്കട്ടെ അല്ലേ ഈ പറയുന്ന. അതെ അതെ, ഞാൻ പറയണ ആരും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇപ്പോൾ ആരും ആരെ ഓർത്തും പറയില്ലല്ല, ആർക്കും ആരെ നോക്കാനും ഒന്നും സമയമില്ല. എല്ലാവരും പൈസയുടെ പുറകെ ഇങ്ങനെ ഓടല്ലേ. ഇപ്പം തന്നെ ഞാൻ പലപ്പോഴും ഇവിടെ ചായ കുടിക്കാൻ ഓരോ കടകളിൽ ഇങ്ങനെ പോയി വെളിയിലോട്ട് നോക്കുമ്പം വണ്ടികൾ ഇങ്ങനെ പോവാ, ഷൂ 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 ഷൂ. ഒരു വണ്ടി ഒരിടത്ത് തട്ടി ആക്സിഡൻറ്റ് പറ്റി വീണാൽ പോലും ആരും തിരിഞ്ഞു പോലും നോക്കൂല. ഒന്ന് തലയിട്ട് നോക്കും, ഒരു വീഡിയോ എടുക്കും, പോകും. പിന്നെ ചില മനുഷ്യന്മാരുണ്ട് ഇറങ്ങി പൊക്കിയെടുത്ത് അതിൻ്റെ ചിരുത്തി വെള്ളം കൊടുത്ത് വണ്ടി ഇപ്പോൾ ഓടി വരുന്നൊരു ആംബുലൻസ് കൈ കാണിക്കുമോ, അല്ലെങ്കിൽ അടുത്തുള്ള ആംബുലൻസ് വിളിച്ച് എടുത്തു, അല്ലെങ്കിൽ കാറിൽ കയറ്റിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്യും. ചിലർ സർവൈവ് ചെയ്യും, ചിലർ സർവൈവ് ചെയ്യില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരുപാട് ഒട്ടും പ്രതീക്ഷയില്ലാതെ ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അറ്റ് ലാസ്റ്റ് രക്ഷപ്പെട്ടിട്ട് പിന്നീട് സംസാരിച്ചിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടോ? ഒരുപാടുണ്ട്. ഞാനിവിടെ പാലാരിവട്ടത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു, ഒരു കഴിഞ്ഞ കൊല്ലം അത്. അപ്പം ഒരു പയ്യൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ്, ഒരു അപ്പൂപ്പൻ ഇതുവഴി വരികയാണ്. അപ്പം ഇവർ തമ്മിൽ കൂട്ടിയിടിച്ചതാണ്. കൂട്ടിയിടിച്ചിട്ട് ഈ അപ്പൂപ്പൻ ബോധരഹിതമായി പോയി. ഇവന് ബോധമില്ല, ആള് അനങ്ങുന്നില്ല. അപ്പം ഈ പയ്യൻ്റെ ഇവിടെയൊക്കെ പൊട്ടിയിട്ട് ഇവിടെ എല്ലാം പൊട്ടിയേക്കുക. അപ്പം ഞാൻ പെട്ടെന്ന് ഇതിന് തൊട്ടപ്പുറത്ത് എൻ്റെ വണ്ടി കിടക്കണം. അപ്പം ഞാൻ പെട്ടെന്ന് വണ്ടി എടുത്ത് ഈ അപ്പൂപ്പനെ സ്ട്രെച്ചറിൽ കിടത്തിയിട്ട് ഈ പയ്യനെ സൈഡ് സീറ്റിൽ ഇരുത്തി, എന്നിട്ട് അവിടുത്തെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് കയറ്റി. അപ്പോൾ അപ്പൂപ്പനെ അന്നേരം തന്നെ ആ എടുത്ത പുള്ളിക്കാരനെ അന്നേരം തന്നെ ഒരു വെന്റിലേറ്ററിലാക്കി. അപ്പം പുള്ളിക്കാരൻ തിരിച്ചു വരുമെന്ന് യാതൊരു ഉറപ്പില്ലാത്തൊരവസ്ഥയിലാണ് പുള്ളി കിടന്നിരുന്നത്. അനക്കമൊന്നുമില്ല, എത്ര വിളിച്ചിട്ടും ആൾ അനങ്ങുന്നില്ല, ഒരു റെസ്പോണ്ട് ചെയ്യുന്നില്ല. പിന്നെ പയ്യൻ്റെ കാര്യത്തിൽ പിന്നെയും കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെയും വർത്തമാനം പറയുന്നില്ലെങ്കിലും ആംഗ്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒരു കേസ് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് ഈ അപ്പൂപ്പൻ എണീറ്റ് മറ്റേ സ്ട്രക്ചറിൽ എന്നിങ്ങനെ പോവാ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നെ ഓർമ്മയുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ എന്നെ ഇങ്ങനെ നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അപ്പോൾ കൂടി നിന്നവർക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ആ പയ്യൻ ആ പയ്യൻ കിടന്ന വാർഡിൽ തന്നെ കേസെടുക്കാൻ പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ആ പയ്യൻ എന്നെ നോക്കിയിട്ട് ഹൈ കാണിച്ച്, കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെയുള്ള കേസുകൾ കുറച്ചൊക്കെ ഉണ്ട്. ഒരിക്കലും പൈസയല്ല. ഇപ്പം നമ്മൾ പ്രൈവറ്റ് സെക്ടറിൽ പണിയെടുക്കുന്ന, ഇപ്പം എൻ്റെ കൂലി എന്നൊക്കെ പറഞ്ഞാൽ 1000 രൂപയ്ക്ക് കൂടി 200 രൂപയാണ് എൻ്റെ ബാറ്റ. ഇപ്പോൾ ഒരു ദിവസം ഒരു ഓട്ടോ ഇടണമെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം 1000 രൂപ ഓട്ടോ ഉള്ളൂ. 200 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 2-3 ദിവസം ഓട്ടോ ഇല്ലെങ്കിൽ പൈസ ഇല്ല. അപ്പം നമ്മളിപ്പോൾ ഒരു ശരാശരി മനുഷ്യൻ 3 നേരമൊക്കെ ആഹാരം കഴിക്കുന്നവരുണ്ട്. നമുക്കൊരു ഹോട്ടലിൽ നിന്ന് 2 നേരം കഴിക്കണമെങ്കിൽ തന്നെ ഇപ്പം ഒരു ദിവസം എങ്ങനെ പോയാലും 350 രൂപ വേണം അല്ലേ? ഞാൻ ഉച്ചയ്ക്കൊരു ഊണും രാവിലെ കാപ്പിയും വൈകിട്ട് ചായയും രാത്രി എന്തെങ്കിലും കഴിക്കണമെങ്കിൽ. പിന്നെ പല ദിവസങ്ങളിലും കഴിക്കാറില്ല, രാത്രി എന്തെങ്കിലും എപ്പോഴും പോയി കഴിക്കും, അല്ലെങ്കിൽ രാവിലെ കഴിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ സംബന്ധിച്ച് വിശന്നിരിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം കഴിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരും. വിശന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആന്തൽ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് ചില സമയത്ത് വിശന്നാലും കഴിക്കാതിരിക്കും. കാരണം ചിലപ്പോൾ എപ്പോഴാണ് ഓട്ടം വിളിക്കാമെന്ന് പറയാൻ പറ്റില്ല. പെട്ടെന്നൊരു എമർജൻസി ആണെങ്കിൽ കഴിച്ചിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ മന്ദത പിടിച്ചിരിക്കുകയായിരിക്കും. പക്ഷേ ആ ഒരു ആന്തൽ എപ്പോഴും ഉള്ളിൽ കിടക്കുവാണെങ്കിൽ നമുക്ക് അടുത്ത് ചാടി പോകാൻ പറ്റും. പിന്നെ ചില സമയം ഷുഗർ ലോ ആവും, BP ലോ ആവും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ ശരിക്കും നിങ്ങളുടെ ഈ ഒരു എന്താ പറയുക, ജീവൻ പണയം വെച്ചുകൊണ്ടാണല്ലോ പലതവണയും ഈ ആംബുലൻസുകൾ പോകുന്നത്. ശരിക്കും അപ്പം അതിനുള്ള ഒരു ഏണിങ് കിട്ടുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ഓട്ടോ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഒരു ശരാശരി ഇപ്പോൾ എത്ര സാലറി ഉണ്ട് മാസം? ഒരു 20 രൂപ. എനിക്കോ? ഒരു 20 രൂപ ഒപ്പിക്കാം. ഞാൻ എൻ്റെ കഴിഞ്ഞ മാസം സാലറി 4000 രൂപയായിരുന്നു. ഒരു മാസം എനിക്ക് കിട്ടിയ പൈസ 4000 രൂപ. എൻ്റെ ചിലവെല്ലാം കഴിഞ്ഞ് 4000 രൂപ എൻ്റെ കയ്യിലുള്ളായിരുന്നു. അതിന് മുമ്പത്തെ മാസം ഒരു 7 രൂപ സംതിങ്ങോളം കിട്ടി, ചിലവെല്ലാം കഴിഞ്ഞിട്ട്. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. കാരണം ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കുമ്പോഴത്തേക്ക് ഇപ്പം തന്നെ അറിയാം, സൊമാറ്റോയിലൊക്കെ നമ്മൾ ഓർഡർ ചെയ്യാൻ പോയ ഒരു ബിരിയാണിക്ക് 200 രൂപ, ഒരു ഊണിന് 150 രൂപ. അതിപ്പോൾ കടയിൽ പോയി കഴിക്കുകയാണെങ്കിൽ ഇപ്പോൾ 60 രൂപയ്ക്കൊക്കെ ഊണ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പം അത്രയും പൈസ ചിലവുണ്ട്. ഫുഡിനാണ് ഏറ്റവും കൂടുതൽ പൈസ ചിലവാകുന്നത് ആക്ച്വലി. അതെ, കറക്റ്റാണ്. പിന്നുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ പറയും ആംബുലൻസ് ഓടിക്കുന്ന വലിയ കാര്യമല്ല, ആൾക്കാർ വണ്ടികൾ മാറ്റി തന്നിട്ടല്ലേ അവർ കയറി പോകുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ ആരെവിടെ വണ്ടി മാറ്റി തരുന്നത് എനിക്കറിയത്തില്ല കേട്ടോ. കാരണം ഇത്രയും സൈറനും ഹോണും അടിച്ച് വന്നിട്ടും ജസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കുന്ന ആൾക്കാരുണ്ട്, വലത്ത് നിന്ന ആൾക്കാരുടെ അടുത്ത് ഇടത്ത് വെക്കുന്നവരുണ്ട്. ഈ സമയത്തൊക്കെ ചിലപ്പോൾ ഒരു 80 അല്ലെങ്കിൽ 100-ലായിരിക്കും വരുന്നത്. മര്യാദയ്ക്ക് ബ്രേക്ക് ഔട്ടാത്ത അറിയാത്ത ഒരുത്തനാണെങ്കിൽ ഉറപ്പായിട്ട് കൊണ്ടിടിക്കും. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ അവർ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ എക്സ്പോർട്ടായിട്ടുള്ള പരിപാടിയത്. കാരണം നമ്മൾ അറ്റ് എ ടൈം ഫ്രണ്ടിലുള്ള വണ്ടി, സൈഡ് മിറേഴ്സ് നോക്കണം, ബാക്ക് മിറർ നോക്കണം, പേഷ്യൻറ്റിനെ നോക്കണം, ബൈസ്റ്റാൻഡറിനെ നോക്കണം,
ഹോൺ അടിക്കണം, ഗിയർ മാറണം, ക്ലച്ച് ഓടണം, ബ്രേക്ക് ഓടണം. ഇതിനിടയ്ക്ക് ഈ പറഞ്ഞ പോലെ ഇത്രയും വെപ്രാളത്തിൽ ഓടുമ്പോഴേ ബാക്കിലിരുന്ന് ബൈസ്റ്റാൻഡേഴ്സിന്റെ ടെൻഷൻ കൊണ്ട് അവരുടെ സംസാരവും കേൾക്കേണ്ടവരാണ്. ഒരുപാട് ഞാൻ ഇവിടുന്ന് ഒരു കേസ്, അങ്കമാലിയിൽ നിന്ന് ഒരു കേസ് എടുത്ത് ഒരു ആക്സിഡന്റ് ആട്ടിയായിരുന്നു. അതെടുത്ത് എറണാകുളത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അവർ പറഞ്ഞിട്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ഈ അമ്മ ബാക്കിൽ നിന്ന് പറയുന്നുണ്ട്, വണ്ടിക്ക് ഭയങ്കര കുലുക്കാണ്, വണ്ടി ഒന്ന് മെല്ലെ പൊക്കൂടെ, ആംബുലൻസ് മെല്ലെ പോകാൻ പറയും, ആംബുലൻസ് മെല്ലെ പോകും, പയ്യന് വേദന എടുക്കുന്നു. ഒന്ന് ആലോചിച്ചോണം, ശരീരം മൊത്തം മുറിവാ, അനങ്ങാൻ വയ്യ. അപ്പോൾ പയ്യൻ തന്നെ പറയുന്നുണ്ട്, അമ്മ നിങ്ങൾ മിണ്ടായിരിക്കും, ചേട്ടൻ നേരെയാണ് പോട്ടെ. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. കാരണം ഒരുപാട് ബ്ലീഡിങ് ആയി കഴിഞ്ഞാൽ അത് ഇതിലും വേറെ പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ബ്ലീഡിങ് ആയി കഴിഞ്ഞാലും അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ഞാൻ ഇതിനിടയ്ക്ക് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു പേഷ്യന്റ് അവര് ആംബുലൻസിലാണ്. അപ്പോൾ അലാം വിട്ടിട്ട് പോകുന്നത് കണ്ടു. എന്നിട്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ല, അവരിങ്ങനെ മറ്റേ ചില്ല് ചെയ്തിരിക്കുക. ഇവര് സ്ട്രെച്ചറിൽ തന്നെ കിടക്കുകയാണ്. അവർ ചിരിക്കും, അവർ തമാശ പറഞ്ഞ് അവരുടെ അക്കൗണ്ടിൽ നിന്ന് വന്ന റീലാണ്. ആംബുലൻസ് ഡ്രൈവർ ഒന്നും ഇട്ടതല്ല. അതിൽ വന്നിട്ട് ഇപ്പോൾ ഒരുപാട് ഡ്രൈവേഴ്സ് വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ ജോലിയെ ബാധിക്കും എന്നൊക്കെ. കണ്ടില്ല? അങ്ങനൊന്നുമില്ല. ഞാൻ പറയട്ടെ, അതൊക്കെ അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ലൈക്ക് ഇപ്പൊ എന്റെ ആംബുലൻസിൽ ഇപ്പം ഡിസ്ചാർജ് എടുക്കുന്ന കേസുകൾ, അങ്ങനെയൊക്കെയുള്ള കേസ് ചില ആൾക്കാർ പറയുന്നുണ്ട് പാട്ടിട്ട് പോകാൻ പറയുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ഒപ്പം കൂടി തമാശ പറഞ്ഞിരിക്കും, പേഷ്യന്റ് തമാശ പറഞ്ഞിരിക്കും. അല്ല, ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാലേ പുറമേ നോക്കുമ്പോഴത്തേക്ക് സീരിയസ് ആണെന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ കയറിയിട്ട് തമാശ പോലെ ആക്കിയ സീരിയസ് ആയിട്ട് സൈറനിട്ട് പോവാണ്. മറ്റാളുകളൊക്കെ മാറ്റി എന്തോ സീരിയസ് കേസ് ആണെന്ന് പറഞ്ഞ് പോവാണ്. ബട്ട് അങ്ങനെയല്ല. ഇങ്ങനത്തെ പുള്ളിക്കാരി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്, ഞാൻ കണ്ടായിരുന്നു, വീഡിയോ കണ്ടായിരുന്നു. അപ്പൊ അതില് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവര് അതൊരു മോക്കിങ് പോലെ എടുത്തതാവാം. ലൈക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ കണ്ടന്റ് ക്രിയേഷൻ ആണല്ലോ എല്ലായിടത്തും, എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് വൈറലാവുക, അതാണല്ലോ എല്ലാവരുടെയും രീതി. ഇപ്പൊ ചിലപ്പോൾ അതിനുവേണ്ടി ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ മേ ബി ആംബുലൻസ് ഡ്രൈവർ അറിയില്ലായിരിക്കാം, ആംബുലൻസ് ഡ്രൈവറിന് അറിയില്ലായിരിക്കാം സംഭവം ഇന്നതാണ് എന്നുള്ളത് അറിയില്ലായിരിക്കാം. ചിലപ്പം ആംബുലൻസ് ഡ്രൈവറിനോട് റിക്വസ്റ്റ് ചെയ്ത് കാണും, നിങ്ങൾ ഇങ്ങനെ പോകും, വീഡിയോ എടുക്കണം, ഇങ്ങനെ പോകും എന്നുള്ളത് റിക്വസ്റ്റ് ചെയ്ത് കാണും. സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യം. ഈ റെസ്പെക്ട് എന്ന് പറയുന്നതും ഒരു ഫാക്ടർ ആണല്ലോ. അർഹിച്ച റെസ്പെക്ട് കിട്ടാറുണ്ടോ? ഇല്ല, ഒരിടത്തൊന്നുമില്ല. എല്ലാവർക്കും നമ്മളെ കാണുമ്പോൾ അറപ്പാണ്. ഒരുപാട്. ഞാൻ അതിപ്പോ ഒരു കാര്യം പറയുകയാണെങ്കിൽ, പലയിടത്തും ഞാനിപ്പോ ഈ ലാസ്റ്റ് ഒരു വീട്ടിൽ ഒരു ബോഡി എടുക്കാൻ പോയപ്പോൾ നല്ല വെയിലാണ്. അപ്പൊ ഞാൻ അവിടുത്തെ ചേച്ചി കുടിക്കാൻ വെള്ളം തരാമെന്ന് ചോദിച്ചപ്പോൾ അവർ പേപ്പർ ഗ്ലാസ്സിൽ വെള്ളം കൊണ്ട് തന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇത്രയും വന്നൊരു പേപ്പർ ഗ്ലാസ്സിൽ ഒരു 3/4 ഭാഗം വെള്ളം കൊണ്ട് എനിക്ക് തന്നു. അപ്പോൾ തന്നപ്പോൾ തന്നെ നമുക്ക് ഒരുമാതിരി ആയിപ്പോയി. അപ്പം ഞാനത് കുടിച്ചിട്ട് ഞാൻ ഗ്ലാസ് കളഞ്ഞു. പിന്നെ ഞാൻ രണ്ടാമത് ചോദിക്കാൻ പോയില്ല. പിന്നെ അതുപോലെ തന്നെ ചില പോലീസുകാർ നമ്മളെ ആംബുലൻസ് ഡ്രൈവേഴ്സിനെ കാണുമ്പോൾ, ലാസ്റ്റ് നമ്മളൊരു വണ്ടി തട്ടിയ സമയത്ത് നമ്മൾ സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞു, സാറേ ബാക്കിൽ കൊണ്ടിടിച്ചതാണ് വണ്ടിയുടെ. അപ്പോൾ എടുത്തവർ നമ്മളോട്, നീ ഉണ്ടായിരിക്കും, നമുക്കറിയാം കാര്യങ്ങൾ ചെയ്യാൻ, നീ മാറിയിരിക്കുക, നമ്മളാണ് തീരുമാനിക്കുന്നത്. എന്നാൽ അവർക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മളെല്ലാവരും പോകുന്നുമുണ്ട്. അപ്പോൾ നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് നമ്മളെ വേറെ രീതിയിൽ കാണുന്നത്. അപ്പം ഞാൻ പാലാരിവട്ടത്ത് ഒരു ഹോട്ടലിൽ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞാണ്, നീയൊക്കെ കാരണം എനിക്ക് ജോലി ഇല്ലാത്ത, നീ ശവം കൊണ്ടുപോകുന്ന വണ്ടിയില്ലേ. പുള്ളിക്കാരൻ വെള്ളം അടിച്ചിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്, മലയാളി. ജോലി എന്താ? എനിക്കറിയത്തില്ല. എന്നോട് പറഞ്ഞു, നീയാണ് എനിക്ക് ജോലി ഇല്ലാത്ത. ഞാൻ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്തു? നീ ശവം കൊണ്ടുപോകുന്ന വണ്ടിയുടെ ഡ്രൈവറാ, നീ ശവം അതിനകത്ത് കൊണ്ടുപോകുന്നേ, നീ എവിടെയെങ്കിലും പോയി ഇടിച്ച് ചാവൂടാണ്. അപ്പോൾ അവിടെ ഹോട്ടലിലെ ഓണറൊക്കെ നമുക്കറിയാവുന്ന പുള്ളിക്കാരൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. ഞാൻ കുറച്ചധികം സ്റ്റക്കായിപ്പോയി, എന്ത് പറയണമെന്ന് അറിയത്തില്ല. കാരണം ഓരോ ദിവസവും വണ്ടി എടുത്ത് ഇറങ്ങുമ്പം തിരിച്ച് റൂമിലോട്ട് ചെല്ലാന്ന് ഒരു പ്രതീക്ഷയും ഒക്കെ നമ്മൾ വണ്ടി എടുക്കണം. ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ ആരോടും പറയത്തില്ലടാ പോയിട്ട് വരാമെന്ന് പറയില്ല, ഒരിക്കലും പറയത്തില്ല. കാരണം ആ പോകുന്ന പോക്കിൽ എന്ത് സംഭവിക്കാം. ഇതിവിടെ എവിടെ സേഫ്റ്റി എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഈക്കോ ഒന്ന് ഡയറക്റ്റ് ഒരു 80 ഒന്ന് ഇടിച്ചു കഴിഞ്ഞു. കാരണം നമ്മൾ മാക്സിമം പിന്നെയും നോക്കുന്നത് ബൈസ്റ്റാൻഡറും രോഗീനെ രക്ഷപ്പെടുത്താൻ നമ്മൾ നോക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ പൈലറ്റ് എന്ന് പേരിട്ടത്. വൺ വേ ട്രിപ്പ്. ശരിക്കും വൺ വേ ട്രിപ്പ് തന്നെയല്ലേ. ഇപ്പൊ ഈവൻ ഫ്ലൈറ്റ് ഓടിക്കുന്ന പൈലറ്റ്സ് കണ്ടിട്ടില്ലേ, അവർ ശരിക്കും അതൊരു വൺ വേ ട്രിപ്പ് അല്ലേ. ചിലരത് കംപ്ലീറ്റ് ആക്കുന്നുണ്ട്, ചിലർ കംപ്ലീറ്റ് ആക്കാതെ ആ സ്പോട്ടിൽ തന്നെ മരിക്കല്ലേ. പിന്നെ അവരെ സർവൈവ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇല്ല. അതേപോലെ തന്നെ നമുക്ക് ഇപ്പൊ എത്രയോ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഒരുപാട് പേര് മരിച്ചിട്ടില്ലേ. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനെ ശവം കൊണ്ടുവരുന്ന വണ്ടി അങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടില്. പൊതുവെ ഇപ്പോ ഈ പറയുന്ന പോലെ ഒരു ഡെഡ് ബോഡി കണ്ടാലോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാല് ഈ പറയുന്ന പോലെ പ്രേതം, ഭൂതം, പിശാച് ഇങ്ങനെയൊക്കെ പേടിയുള്ള ആളുകൾ ഒരുപാടുണ്ട്. അപ്പൊ അങ്ങനത്തെ കോൺവെർസേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? ഒരുപാടുണ്ട്. ലൈക്ക് ഞാൻ ഒരു കാര്യം പറയാം, എന്റെ ചെറുപ്പത്തിൽ എന്റെ വീടിനടുത്തുള്ള മരണത്തിനൊന്നും ഞാൻ പോകില്ല, കാരണം പേടിയായിരുന്നു. പിന്നെ ഇതിപ്പം നമ്മൾ പ്രൊഫഷണലായിട്ട് ഒരു ജോലി ആയപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ പേടിച്ചാൽ മതി.
സത്യമായിട്ട് നേരാ. ജീവനുള്ള മനുഷ്യനെ മാത്രം പിടിക്കുക. ബാബ സുരേഷ് പറഞ്ഞ കണക്ക് മനസ്സിൽ പ്രതികാരം കൊണ്ട് നടക്കുന്ന ഒരേ ഒരു ജീവി അത് മനുഷ്യൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. കാരണം നമ്മുടെ ഒപ്പം ഇരുന്ന് ആഹാരം കഴിച്ച് നമ്മുടെ ഒപ്പം കളിച്ചിരിച്ചിരുന്നിട്ട് പറയും കുത്തും. ആ ഒരു മെൻറ്റാലിറ്റി ഉള്ളത് മനുഷ്യന് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കുമില്ല. അതെ, ശരിക്കും ഇത്ര നാളും ഇതുപോലെ ഒരുപാട് എന്താ പറയാ മൃതശരീരങ്ങൾ കൊണ്ടുപോയിട്ടുള്ള ആളാ. ഒരിക്കൽ പോലും അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് പ്രൂവ് ചെയ്തുകൂടെ ഇങ്ങനെ ഒന്നും ഇല്ല എന്നുള്ളത്? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ചില ബോഡീസ് നമ്മൾ എടുക്കുന്ന സമയത്ത് എൻ്റെ കൈ മുറിയാറുണ്ട്. ലൈക്ക് ഇത് കണ്ടോ, ഈ ഒരു പാട് ഒരു ബോഡി ഞാൻ എടുത്തതാണ്. അപ്പോൾ ആ പയ്യൻ സൂസൈഡ് ചെയ്തതാണ്. അപ്പോൾ ഈ സൂസൈഡ് ചെയ്ത പയ്യനെ നമ്മൾ അപ്പോൾ ഇവർ ഈ ഒരു ഇതെല്ലാം ഒരു മിത്താണെന്ന് വേണമെങ്കിൽ പറയാം. ലൈക്ക് ആ ഒരു അറ്റ് എ പർട്ടിക്കുലർ ടൈം അവർക്ക് ഇതൊക്കെ കാണാൻ പറ്റുന്നതാ പറയാം. അപ്പോൾ അവർക്ക് ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് അവർ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കും എന്നൊക്കെ പറയാറുണ്ട്. അത് ആ കഫിനല്ലേ, കഫിൻ ബോഡി പെട്ടി, ആ പെട്ടി വലിച്ച് കയറ്റുമായിരുന്നു ഞാൻ. അപ്പോൾ നമ്മൾ ബെഡിലോട്ട് കയറ്റുമ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ചിരുന്നത്. അവിടെ നിന്ന് ആൾക്കാർ ഒറ്റ തള്ളായിരുന്നു. അപ്പൊ ഈ വെള്ളം അതിനിടയ്ക്കായി പോയി, കീറിഞ്ഞു വന്നു. പിന്നെ അവര് തള്ളി കയറ്റി. അപ്പൊ എന്നോട് ചോദിച്ചു, ഞാൻ ചേട്ടാ കൈ എന്ന് പറഞ്ഞു, കേട്ടില്ല. പിന്നെ ഞാൻ മെല്ലെ വലിച്ചെടുത്തു. അപ്പൊ വെളിയിറങ്ങിയ പുള്ളി നമുക്ക് ഇങ്ങനെ ചോര കൊണ്ടിരിക്കുക. അപ്പോ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു, കൈ മുറിയുക. അതുപോലെ തന്നെ വണ്ടി, ഈ ബോഡിയായിട്ട് വണ്ടിയും കൊണ്ട് പോകുന്ന സമയത്ത് കുറെ അനർത്ഥങ്ങൾ സംഭവിക്കുക, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങൾ സംഭവിക്കുക. ഫോർ എക്സാമ്പിൾ പൂച്ച കുറുകിയാടുക, വണ്ടികൾ കൊണ്ട് ക്രോസ് വെക്കുക, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പണികൾ, വണ്ടി ഓഫായി പോവുക, അങ്ങനെയൊക്കെയുള്ള കുറെ പണികൾ കിട്ടിയിട്ടുണ്ട്. നൈറ്റ് ഒക്കെ ഇങ്ങനെ വണ്ടി ഓഫായി സ്റ്റക്ക് ആയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. ബോഡിയും കൊണ്ട് പോകുന്ന സമയത്ത് ഒരൊറ്റ ദിവസം ഞാനൊരു 1:30 ആയപ്പോൾ ഒരു ബോഡിയും കൊണ്ട് പോയ ടൈമിലാണ് വണ്ടിയിൽ ഇങ്ങനെ ബോഡി കൊണ്ട് ഇറക്കി തിരിച്ചു വരുന്ന സമയത്ത് നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവും, ലൈക്ക് ആരോ ഒപ്പം ഉണ്ട്. ഇപ്പൊ ഞാൻ സീരിയസ്ലി അപ്പൊ ആരോ ഒപ്പം ഉണ്ടെന്നൊരു ഫീലിംഗ് ഉണ്ടാവും. ചില സമയത്ത് നമുക്ക് ഈ ഒരു സൈഡ് മാത്രം ഗൂസ് ബംസ് അടിക്കും, ഇവിടെ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതിനർത്ഥം ഒരാൾ നമ്മളെ ക്ലോസ് ആയിട്ട് ഇരിക്കുന്നു, ആ ഒരു രീതിയാണ്. ഈ ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ രോമാഞ്ചം വരും. ചിലപ്പോൾ തോന്നലായിരിക്കാം. ഞാനിതിലെല്ലാം വിശ്വസിക്കുന്ന ആളാണ്. കാരണം ഒരു കോയിന് 2 വശം ഉണ്ടല്ലോ, മേ ബി ഉണ്ടായിരിക്കാം. പിന്നെ പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് ഇൻസിഡൻസ് പലയിടത്തും കണ്ടവരുണ്ട്, ഫേക്ക് ആക്കിയവരുണ്ട്. പിന്നെ ഇങ്ങനെ മറക്കാനാവാത്തൊരു അനുഭവം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയുന്നത്? ഈ പ്രേതത്തിന്റെ ആണോ? പ്രേതത്തിന്റെ മറക്കാൻ പറ്റാത്തൊരു അനുഭവം അങ്ങനെ മറക്കാൻ പറ്റാതായിട്ടുള്ള എല്ലാം ഞാൻ മറന്നിട്ടുണ്ട്. എല്ലാം മറന്നു കളയപ്പോ തന്നെ. കാരണം ഒന്നും നമ്മുടെ തലയിരിക്കില്ല. അങ്ങനെ തലയിൽ വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഈ ജോലി ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനിപ്പോൾ ഒരു പേഷ്യൻ്റ് എടുത്തു, അല്ലെങ്കിൽ ഒരു ബോഡി എടുത്തു. അപ്പോൾ അതൊരു അസാധാരണ രീതിയിൽ മരിച്ചൊരു ബോഡിയാന്ന് വെച്ചു. പെട്ടെന്ന് എനിക്ക് ആ ഒരു തോട്ട് വരികയാണ്, ഇന്നാളെ എൻ്റെ കൂടെ ഉണ്ട്, ഇതെന്നെ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യാൻ തുടങ്ങും, ഹോണ്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എനിക്കൊരിക്കലും ഈ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ചല്ലി വലി പോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ വിട്ടുകളയും, അത്രേ ഉള്ളൂ. പിന്നെ ഉണ്ടാവാം മേ ബി ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ ബോഡി കൊണ്ടുപോകുന്നു, മോർച്ചറിയിലൊക്കെ വെച്ചിട്ട് പിന്നെ കാലിക്ക് വരുമ്പോഴാണോ കൂടുതൽ ട്രോമ അടിക്കാറുണ്ട് ഒരുപാട് കൂടുതൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മെയിനായിട്ട് നമ്മുടെ ഈ ഇമോഷൻസിനെയാണ് ഹൈക്ക് ചെയ്യുക. ഇപ്പം ചിലപ്പം ഒരു കുട്ടീനെ എടുക്കുന്ന സമയത്ത് നമുക്ക് മക്കളില്ലല്ലോ. അപ്പോൾ ആ ഒരു കുഞ്ഞിൻ്റെ അതിങ്ങനെ മനസ്സിലിങ്ങനെ കിടക്കും, തകട്ടി കിടക്കും, അതിങ്ങനെ സ്ട്രൈക്ക് അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്നാണ് വിഷമം വരുന്നത്. ഇരുന്നിരിപ്പിൽ പെട്ടെന്ന് വിഷമം വരും. കാരണം നമ്മുടെ ഈ മൂഡ് സ്വിങ്സ് അടിക്കൂലേ, അതേപോലെ പെട്ടെന്ന് വിഷമം വരും. കാരണം ഇന്നലെ വൈഫ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു രാത്രി. അപ്പം ഞാനൊരു പേഷ്യൻ്റൊക്കെ പാലക്കാട് പോയി കിടക്കും. തിരിച്ചു വരുന്ന വഴിക്കൊരു ഇടുങ്ങിയ വഴിയാണ്, മൊത്തം കാടാണ്. അപ്പോൾ ആ ഒരു ഏരിയ എത്തിയപ്പോഴത്തേക്ക് എൻ്റെ മൂഡ് എൻ്റയർലി മാറി. പെട്ടെന്നൊരു സങ്കടം എന്ന് പറഞ്ഞാൽ സങ്കടത്തിൻ്റെ അങ്ങ് പീക്ക് ലെവലില്ലേ, അവിടെ എത്തിയിട്ട് ഞാൻ വൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞു എന്താണെന്നറിയില്ല എനിക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ അങ്ങനെ മൂഡ് സ്വിങ്സ് അടിക്കാറുണ്ട്. പിന്നെ ഹാലൂസിനേഷൻസ് അടിക്കാറുണ്ട്. പല രാത്രികൾ ഉറക്കമില്ല, 3 ദിവസമൊക്കെ അടുപ്പിച്ചുറങ്ങാൻ. വരാന്ന് പറഞ്ഞാൽ ചില നിഴലുകൾ ഇങ്ങനെ വണ്ടിയിൽ ക്രോസ് പോകാതെ തോന്നും, ആളുകൾ എടുത്ത് നിൽക്കുന്ന പോലെ തോന്നും, ചില ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നതൊക്കെ തോന്നും. അങ്ങനെയൊക്കെ ചില വെറൈറ്റി ആയിട്ടുള്ള തോന്നലുകളുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ട്. പിന്നെ അതർ സ്റ്റേറ്റ് ഓടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ആംബുലൻസിൽ. സത്യം പറഞ്ഞാൽ അതും ഒക്കെ ഈ പറഞ്ഞ കണക്ക് ഇപ്പോൾ അതർ സ്റ്റേറ്റ് ഓടുന്ന 3000-4000 കിലോമീറ്ററൊക്കെ ഓടിയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ വെറും തുച്ഛമായ എമൗണ്ട് മേടിച്ച് ഓടുന്ന ആൾക്കാരാണ്. 70,000-നൊക്കെ ഇവിടുന്ന് ആസാം വരെ പോകുന്ന ആൾക്കാരുണ്ട് വലിയ വണ്ടിയിൽ. അത് ഡബിൾ ഡ്രൈവറൊക്കെ വെച്ച് 70,000-നൊക്കെ ഇവിടുന്ന് അവിടെ പോയിട്ട് തിരിച്ച് 52,000-ന് പോകുന്ന ആൾക്കാരുണ്ട്. എന്ത് ലാഭം കിട്ടുമായിരിക്കും? ഒന്നും കിട്ടുന്നില്ല. 10% വാറ്റല്ലേ ഉള്ളൂ, 10-20% വാറ്റല്ലേ ഉള്ളൂ. അപ്പം 1 ലക്ഷത്തിന് ഓടിക്കഴിഞ്ഞാൽ 20,000 കിട്ടുന്നെങ്കിൽ
50,000 ഓടിക്കഴിഞ്ഞാൽ 10,000 രൂപ. 10,000 രൂപ 2 ഡ്രൈവർ വെച്ച് മാറുമ്പോൾ 5,000 രൂപ ഒരു ഡ്രൈവറിന് 6-7 ദിവസം പോയിട്ട് വന്നാൽ കിട്ടുന്ന 5,000 രൂപയാണ്. ഇല്ല അങ്ങനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ 108 ഓടുന്നവർക്ക് കുറച്ചുകൂടെ ലാഭമാണ്. 26-28 ദിവസം പണിയെടുത്ത് കഴിഞ്ഞാൽ 28 വേണ്ടെന്ന് തോന്നുന്നു. 18-20 ദിവസം പണിയെടുത്ത് കഴിഞ്ഞാൽ ഫുൾ പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അതെ, നമ്മൾ നേരത്തെ ഇങ്ങനെ ഹാങ്ഡ് ഡെത്തിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. ശരിക്കും ഈ പറഞ്ഞ പോലെ സൂയിസൈഡ്സിന്റെ കൂട്ടത്തിൽ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ട് കാണപ്പെടുന്നത് ഈ പറഞ്ഞ ഹാങ്ഡ് ഡെത്ത് തന്നെയാണോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ഇതിന് വേഴ്സ്റ്റ് ആയിട്ട് പറയാൻ കാരണം എന്താണെന്നറിയോ, ഈ ഹാങ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് പിന്നെ ജീവിക്കാൻ തോന്നും. ആ സമയത്ത് അവർ കാട്ടിക്കൂടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് പിന്നെ മുറിക്കാനാണ് നോക്കുക. കാരണം ഇതിനകത്ത് വേറൊരു സംഭവം എന്ന് വെച്ചാൽ ആരെയും വിളിക്കാൻ പറ്റത്തില്ല, അലറാൻ പറ്റത്തില്ല. ഇപ്പം വിഷം കുടിച്ച ഒരാൾക്ക് ഉറപ്പായിട്ട് അലറാം, അല്ലെങ്കിൽ ഇറങ്ങി ഓടാം, ആരെങ്കിലും വിളിച്ചു വരുത്താം. ഹാങ് ചെയ്യുന്ന ഒരാൾക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ ഈ ഹാങ് ചെയ്യുന്നത് 2 മീറ്റർ മേളിലോട്ടായിരിക്കും ഷാൾ കിടക്കുന്നത്. ഇത് എത്തിപ്പിടിക്കാൻ പറ്റത്തില്ല. ഇവിടുന്ന് അഴിക്കാൻ നോക്കി ഇത് ഓൾറെഡി മുറുകിയിട്ടുണ്ടാവും. ചിലർ കണ്ടിട്ടില്ലേ, ചില മൂവിയിലും ഡോക്യുമെന്ററീസിലൊക്കെ ഇത് അഴിക്കാൻ നോക്കുമ്പോൾ കാണുന്നത് പിടയായിരിക്കും. ചിലർ തല ഇങ്ങനെ ആയി പോകാറുണ്ട്, ചിലരുടെ ഈ സൈഡിലോട്ട് ആവാറുണ്ട്, ചിലർ ഇങ്ങനെ ആവാറുണ്ട്. അപ്പോൾ അത് ക്രൂഷ്യലായിട്ടുള്ളത് ഡെത്താണ്. കാരണം ഞാൻ ഉറപ്പായിട്ടും പറയും, നിങ്ങൾ മരണത്തെ മുഖാമുഖം കണ്ടിട്ട് ഒരിക്കലും മരിക്കാൻ നിൽക്കില്ല. കാരണം ആ സമയത്ത് നമുക്ക് സ്ട്രൈക്ക് അടിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എവിടേക്കോ ഹോപ്പുള്ളവരെ തോന്നിപ്പോവും. ആ സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നിപ്പോവും. അതെ, ഇനിയും കുറച്ചുകൂടെ ലൈഫ് ഉണ്ടെന്നൊക്കെ ഒരു തോന്നൽ അപ്പോഴായിരിക്കും വരുന്നത്. പിന്നെ ഉറപ്പായിട്ടും ഞാനിപ്പോഴും പറയുന്നത്, മരിക്കാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ദയവ് നിങ്ങളത് വിടുക. കാരണം എങ്ങനെയാലും ഉന്തിയും തള്ളിയും പോകാൻ നോക്കുക. മരിക്കാനുള്ള ധൈര്യം വേണ്ട അല്ലേ ജീവിക്കാൻ? മരിക്കാനുള്ള ധൈര്യം പോലും വേണ്ട ജീവിക്കാൻ, സത്യം പറയല്ല. കാരണം 2024 ഞാൻ ഒരുപക്ഷെ അങ്ങനെ മരിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് ഇതേപോലെ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കാനേ പറ്റില്ല. എനിക്ക് ഇത്രയും ആൾക്കാരെ ജീവൻ രക്ഷിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ അന്നത്തെ ബോൾഡായിട്ടുള്ള തീരുമാനമാണ് ഇന്ന് നമുക്ക് ഈ ഒരു ലൈഫ് സ്റ്റൈൽ കിട്ടിയേക്കണം. പിന്നെ ഈ പറഞ്ഞ ഇനിയും ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലോ അല്ലെങ്കിൽ ഈ ലോകത്തോ എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളില്ലല്ലോ. മലയാളിയില്ലാത്ത സ്ഥലങ്ങളില്ല. നമുക്ക് എന്തും ചെയ്യാം, അവിടെ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ എമർജൻസി കേസസിൽ പബ്ലിക് സത്യം പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട, ഒരു ആംബുലൻസ് ഡ്രൈവർ എന്ന നിലയിൽ പബ്ലിക് മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്തൊക്കെയായിരിക്കും? മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാ വണ്ടികളും ഒന്നും ശവം കൊണ്ടുപോകുന്ന വണ്ടികളല്ല. എല്ലാ ഡ്രൈവേഴ്സും ഒന്നും അറഗൻ്റ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് അല്ല. എല്ലാ ഡ്രൈവേഴ്സിനും കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, പിന്നെ എല്ലാവരും മനുഷ്യന്മാരാണ്. ഞാൻ പറഞ്ഞ ഒരു കേസുമായിട്ട് നിങ്ങൾ വരുമ്പോൾ ഇപ്പോൾ പലരും പറയുന്നുണ്ട് ആംബുലൻസ് ഭയങ്കര ഒച്ചയിലാണ് വരുന്നത്, ഭയങ്കര ഹോൺ അടിച്ചാണ് വരുന്നത്. എന്തിനാണ് ഹോൺ അടിച്ച് വരുന്നത്? നമ്മുടെ കയ്യിൽ കിട്ടുന്ന, ഇപ്പോൾ ഇപ്പോഴും ഞാൻ ഒരു കാര്യം പറയാം, ബേസിക് ഓടുന്നൊരു വണ്ടി, ബേസിക്കായിട്ട് ആംബുലൻസ്, പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നൊരു ആംബുലൻസ്, ഈ ആംബുലൻസിൽ നടക്കുന്ന രോഗിയുടെ അവസ്ഥ വെളിയിലിരിക്കുന്ന ആർക്കും അറിയില്ല. ഇപ്പോൾ വെളിയിരിക്കുന്ന ഒരു വണ്ടിക്കകത്തിരിക്കുന്നവർ ചിലപ്പോൾ വണ്ടിയിൽ നിന്ന് അടി കൂടുമായിരിക്കും, അല്ലെങ്കിൽ വണ്ടിയിൽ പാട്ട് കേട്ടിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ എൻജോയ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ കാഷ്വലായിട്ടുള്ള പോക്കായിരിക്കും. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ മിററിലെല്ലാം കാണാം വണ്ടി വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയിൽ കിടക്കുന്ന പേഷ്യൻ്റെ അവസ്ഥ നമുക്ക് മാത്രമേ അറിയുള്ളൂ. ഇപ്പോൾ ഇത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്യുമ്പോൾ ഇത്ര സമയം കൊണ്ട് നമുക്ക് എത്താൻ പറ്റുന്നൊരു മൈൻഡിലാണ് നമ്മൾ വണ്ടി എടുക്കുന്നത്. ആ സമയത്ത് അവിടെ എത്തിയിട്ടില്ലെങ്കിൽ ആൾ മരിച്ചു പോയാൽ പിന്നെ നമുക്ക് എല്ലാവരുടെയും ദുഃഖം കാണേണ്ടി വരും. ഇന്നലെ കൂടെ ഒരു കുഞ്ഞ് മരിച്ചില്ലേ, 25 വയസ്സേ ഉള്ളൂ, എക്സാം എഴുതാൻ വേണ്ടി വന്നാൽ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന വഴിക്ക് ശ്വാസം കിട്ടിയില്ല, കൊണ്ടുപോയി മരിച്ചുപോയി. കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ ഇങ്ങനെ മനസ്സിൽ ഫുള്ള് പ്രാർത്ഥനകളായിരിക്കും അല്ലേ? ഒരുപാട് കൊച്ചു കുട്ടികളൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് പലയിടത്തും. പണ്ട് ഞാനൊക്കെ ഈ ആംബുലൻസ് പോകുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം ഞാൻ വണ്ടിയായിട്ട് പോകുമ്പോൾ ഓരോ ആൾക്കാർ സൈഡിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഭയങ്കര സന്തോഷമാണ്. കാരണം നമുക്ക് വേണ്ടിയും അതിനകത്ത് കിടക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള അവർ പ്രാർത്ഥിക്കുന്നു. ജസ്റ്റ് ഒരു നേരത്തെ ഒന്ന് കണ്ണ് കെട്ടിയാൽ മതി. ഒരുപാട് വണ്ടികൾ പോയി ഇടിക്കണല്ലേ, അപ്പോൾ അതുപോലൊക്കെ ഇടിച്ചാൽ ഞാൻ എൻ്റെ വീട്ടിൽ ആർക്കും ഇഷ്ടമല്ല. അമ്മയ്ക്ക് പേടിയാണ്, വൈഫിന് പേടിയാണ്. ഫാമിലി ലൈഫിൽ ഇത് ബാധിക്കാറുണ്ടോ? ഒരുപാട് നന്നായിട്ട് ബാധിക്കാറുണ്ട്. കാരണം വൈഫ് ഒരു ദിവസം എന്നെ അടുപ്പിച്ചൊരു 10-25 തവണ വിളിച്ചു. അപ്പോൾ ഞാൻ നല്ല ഉറക്കമായിരുന്നു, ഓൾറെഡി നൈറ്റിൽ ഓട്ടം കഴിഞ്ഞ് വന്ന് ഉറങ്ങുമായിരുന്നു. അപ്പം ഇത് കഴിഞ്ഞ് ഉറക്കം കഴിഞ്ഞ് എണീറ്റ് ഞാൻ ഫോൺ നോക്കിയപ്പോൾ ഇത്രയും മിസ് കോളുണ്ട്. തിരിച്ച് വിളിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരി കരഞ്ഞിട്ട് ആകാലമ്പായി, പേടിച്ചു പോയി. അപ്പോൾ ഞാൻ വിളിച്ച് എന്തൊരു കാര്യം വിളിച്ചാൽ ഫോൺ എടുക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉറങ്ങുമായിരുന്നു. ഞാൻ വിചാരിച്ച് വല്ലയിടത്തും പോയി കയറി മരിച്ചു എന്ന് വിചാരിച്ചു. കാരണം അങ്ങനെ ഒരു ഫീൽഡാണത്. ഈ മരണം കണ്ട് മരണത്തെ പേടിയുണ്ടോ ഇപ്പോൾ? ഒരു പേടിയില്ല. ഇപ്പോൾ ഒരു വണ്ടി ഇപ്പോൾ ഓപ്പോസിറ്റ് കയറി വന്നാലും നമുക്ക് ഇതൊക്കെ ഒരു കാൽക്കുലേഷൻ അല്ലേ ഫുള്ള്. ഇപ്പോൾ എൻ്റെ ട്രാക്കിൽ കൂടെ ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് വണ്ടികളുണ്ടാവും. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് ചിന്ത വരും എങ്ങനെയൊക്കെ കയറിപ്പോയി എവിടെ നിന്നൊക്കെ ചവിട്ടി എങ്ങനെ കയറി പോകാം. പിന്നെ മരിക്കട്ടെ, അതിപ്പോൾ നമുക്ക് തടയാൻ പറ്റില്ല. ഒരു ദിവസം എന്തായാലും പോകും.
അപ്പോൾ അതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ചെയ്യുക. എൻ്റെ ഒരു രീതി അതാണ്. എന്തായാലും ഭൂമി എന്ന് പറയുന്ന ഈ സാധനത്ത് ജനിക്കാൻ പറ്റി, ഇവിടെ ജനിക്കാൻ പറ്റി, ഒരു ചെറിയ ജീവിതം കിട്ടി, ആ കിട്ടിയ ജീവിതം ജീവിച്ചു തീർക്കുക. ഏറ്റവും ഷോർട്ട് ടൈമിൽ എത്തിച്ചിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഏതായിരുന്നു? ഏറ്റവും ഷോർട്ട് ടൈമിൽ എത്തിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞ കുഞ്ഞില്ലേ, അതിനാണ് ഏറ്റവും ഷോർട്ട് ടൈമിൽ എത്തിച്ചിട്ടുള്ളത്. കാരണം അവിടുന്ന് യൂഷ്വലി ഇവിടുന്ന് ആലുവയിൽ നിന്ന് കളമശ്ശേരി വരെ 10 കിലോമീറ്റർ 10-15 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ സാധാരണ എങ്ങനെ പോയാലും ഒരു 15-20 മിനിറ്റ് എടുക്കും. അന്ന് ഏറ്റവും ഷോർട്ട് ടൈം എത്തിച്ചതല്ല, എറണാകുളത്ത് നിന്ന് അവിടെ അടുത്തുള്ള സ്വകാര്യ ഹോസ്പിറ്റലിൽ 1 മിനിറ്റിലാണ് ഒരു പേഷ്യൻറ്റിനെ എത്തിച്ചത്. ഒറ്റ മിനിറ്റിൽ എത്തിക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ വെട്ട് കേസായിരുന്നു, അസോൾട്ടായിരുന്നു. സ്വന്തം ചേട്ടൻ അനിയനെ വെട്ടിയതാണ്, കുറേ വെട്ടി. അപ്പം ഞാൻ ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു കയറി വണ്ടി എടുത്തോട്ട് വരുമ്പോൾ കാണുന്നത് വീൽ ചെയറിൽ കൊണ്ടുപോകണം, ഫുൾ ബ്ലഡ്. അപ്പോൾ ഹോസ്പിറ്റലിൽ എടുക്കില്ല എന്ന് പറഞ്ഞു, പെട്ടെന്ന് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് അങ്ങനെ OT ഒക്കെ സെറ്റ് ചെയ്ത് അവിടെ നിന്ന് ഒറ്റ മിനിറ്റിലാണ് അപ്പുറത്തെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. 3 കിലോമീറ്റർ ഒറ്റ മിനിറ്റിൽ പോയി. ആള് രക്ഷപ്പെട്ടു. അപ്പോൾ അന്ന് എനിക്കൊരുണ്ടായ ഒരു ഇൻസിഡൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ മകൻ്റെ അമ്മയ്ക്ക് വീട്ടു ജോലിയാണ്. ആള് ഇത്രയേ ഉള്ളൂ, വലിയ ഹൈറ്റ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് നിന്നപ്പോഴത്തേക്ക് നമ്മൾ ഓട്ടോ പൈസ പറയണമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഓട്ടോ പൈസ പറഞ്ഞപ്പോൾ 800 രൂപയാണ് ഞാൻ അമ്മയോട് പറഞ്ഞത്, ബേസിക് ചാർജ്. അപ്പോൾ അമ്മ എൻ്റെ 200-500 നോട്ട് എടുത്ത് വെച്ചിരുന്നു. അപ്പം ഞാൻ തിരിച്ചൊരു 200 രൂപ കൊടുത്തിട്ട് ഞാൻ അവിടുന്ന് ആംബുലൻസ് എടുത്ത്, അപ്പോൾ ഈ പോക്കറ്റ് ഞാൻ പൈസ ഇങ്ങനെ വെച്ചേക്കാം, ആംബുലൻസ് എടുത്ത് കറങ്ങി വെളിയിൽ വന്ന് യൂട്ടേൺ എടുത്തപ്പോൾ ഞാൻ ഈ പൈസ എടുത്തിട്ട് ഞാൻ തുറന്ന് നോക്കിയപ്പം ബ്ലഡാണ്, പൈസ നിറച്ച്. അപ്പോൾ ഈ മകൻ്റെ ബ്ലഡാണ്. എനിക്കങ്ങോട്ട് സമാധാനം കിട്ടുന്നില്ല. അപ്പോൾ മനസ്സിലിങ്ങനെ നമുക്കൊരു ഗിൽട്ട് ഫീൽ തോന്നും. ലൈക്ക് ഇതും കൊണ്ട് ഞാൻ പോയി എന്ത് മേടിച്ച് കഴിച്ചാലും എൻ്റെ വീട്ടുകാർക്ക് മേടിച്ചു കൊടുത്താലും ദഹിക്കുകയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും വണ്ടി തിരിച്ചു, ഹോസ്പിറ്റലിൽ ചെന്നു, കാഷ്വാലിറ്റി സെക്യൂരിറ്റിയോട് വെച്ചിട്ട് ഒറ്റ മിനിറ്റ് ഇപ്പോൾ ഞാൻ അകത്ത് പോയിട്ട് ഈ 200-500 നോട്ട് നമ്മുടെ കഴിച്ചിട്ട് ആ 200 മേടിച്ച് വാങ്ങി പോയിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ട കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഞങ്ങൾ മുതലാളിയോട് കണക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു, മുതലാളി ഇന്നൊരു സംഭവം ഉണ്ട്, പൈസ ഞാൻ മേടിച്ചിട്ടുള്ളതാണ്, എൻ്റെ കണക്ക് എഴുതിക്കുമോ എന്ന് പറഞ്ഞ മുതലാളി പറഞ്ഞു ഞാൻ കുഴപ്പമില്ല, പ്രശ്നമില്ല. അപ്പം അങ്ങനെ ഒരു നല്ല മനുഷ്യനാണ് നമ്മുടെ മുതലാളി എന്ന് പറഞ്ഞത്. പുള്ളിയെ കൊണ്ട് ഒരു രീതിയിൽ ഒരു ശല്യമില്ല. അപ്പം ചിലയിടത്തൊക്കെ ഞാനിപ്പോൾ തിരുവനന്തപുരത്തൊക്കെ എന്ന സമയത്ത് ഞാൻ ഒരുപാട് അനുഭവിച്ചതാണ്. ഈ മുതലാളിത്തം ഭയങ്കരമാണ്. ചിലർക്ക് അവിടെ എത്തുമ്പോൾ വിളിക്കണം, എടുക്കുമ്പോൾ വിളിക്കണം, പല രീതിയിലുള്ള ടോർച്ചർ. പോസിബിൾ ആവില്ല, ഒരിക്കലും ആവില്ല. എന്നാൽ ഇവർക്കൊക്കെ ഈ ബുദ്ധിമുട്ട് അറിയാവുന്നതാണ്. പക്ഷെ ഇവിടെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഇപ്പോൾ കണക്ക് നോക്കുന്ന സമയത്ത് 300 അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ ആ കുഴപ്പമില്ല, തരണ്ട, വെട്ടിക്കൊള്ളാൻ പറയും. പൈസ ഇല്ലെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ എടുത്ത് കഴിച്ചോ, അതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ളതിൽ. ഓക്കെ, നമ്മൾ കഷ്ടപ്പെട്ട് ഇതെല്ലാം ജീവൻ പടയം വെച്ച് ഇങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മളോട് ഇങ്ങോട്ടേക്ക് കണക്ക് പറയുന്ന ആളുകളുണ്ടോ? ഒരുപാട്. അതാണ് ഏറ്റവും കൂടുതൽ വിഷമം വരുന്നത് വെച്ചാല് ഇപ്പൊ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ 6-8 ലക്ഷം 10 ലക്ഷം രൂപ മുടക്കിയിട്ട് അവിടെ നിന്നൊരു പേഷ്യന്റ് നമ്മൾ ആംബുലൻസ് കയറ്റിയിട്ട് 10-12 കിലോമീറ്റർ കൊണ്ടാക്കിയിട്ട് നമ്മുടെ ചാർജ് പറയുമ്പോൾ ഇത്രയും രൂപ ഉണ്ടോ എന്ന് ചോദിക്കും, 100 രൂപ കുറച്ച് തരാമോ എന്ന് ചോദിക്കും. ഇന്നലെ ഞാൻ ഇവിടെ നിന്നൊരു പേഷ്യന്റിനെ കൊണ്ടുപോയത് 5000 രൂപയ്ക്കാണ്. പക്ഷെ നമുക്ക് ഒരിക്കലും മുതലാവില്ല. എന്നാൽ 5000 രൂപ കൊണ്ടിറക്കിയപ്പോഴും ഒരു 200 രൂപ പുള്ളി എൻ്റെ പോക്കറ്റ് വെച്ച് തന്നു. സത്യം പറഞ്ഞാൽ ഈ പാവപ്പെട്ടവരെ അത് ചെയ്യുള്ളൂ. ഞാൻ ആ പുള്ളിയുടെ വീട് കണ്ടപ്പോൾ ഞാൻ അന്തിച്ചു പോയി. അധികം സാമ്പത്തികമൊന്നുമില്ല, പുള്ളിക്കാരന് 4 മക്കളാണ്, ആകെ തയ്യലാണ് പുള്ളിയുടെ ജോലി. അപ്പോൾ ഞാൻ ശരിക്കും ഞാൻ ഭയങ്കര വിഷമമായി പോയി. കാരണം പുള്ളി ഓട്ടോ പൈസ തന്നതിന് ശേഷം 200 രൂപ ഇങ്ങനെ എടുത്തിട്ട് എൻ്റെ പോക്കറ്റിൽ വെച്ചിട്ട് വെച്ചോ, ചായ കുടിച്ചോ എന്ന് തരുമ്പോൾ അതൊരു സ്നേഹമാണ്. പക്ഷെ കാശുള്ള ആരും അത് ചെയ്യില്ല. ഇപ്പം വീട്ടിൽ കേസെടുക്കാൻ വന്ന ഒരു ചായ എങ്കിലും കുടിക്ക് എന്ന് പോലും ആരും പറയില്ല. അതേസമയം പാവപ്പെട്ടൊരു വീട്ടിൽ ഒരു സാമ്പത്തികം ഇല്ലാത്ത ഒരാളുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ഇന്നലെ ഒരു കേസെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഉഴിച്ചിലും കൊണ്ടുപോകാനാണ്, പുള്ളിക്കാരന് സ്ട്രോക്ക് വന്നതാണ്. അപ്പോൾ സാധാ ഒരു നോർമൽ കട്ട കെട്ടിയ വീടാണ്. ആ പയ്യൻ എന്നെ അറിയാവുന്നതിന് മുമ്പ് കോട്ടയത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ചെന്ന പാടെ തന്നെ അവിടുത്തെ അമ്മ കട്ടൻ ചായയും റസ്കും കൊണ്ടുവച്ച് തന്നു. അതത് കഴിച്ചിട്ടിരിക്കുന്നു പറഞ്ഞു. അത് സ്നേഹം. കാശുള്ള ആർക്കും 5 രൂപ എവിടെയും കൊടുക്കൂല. ഇപ്പോൾ ഈ 200 രൂപ അല്ലെങ്കിൽ ഒരു 50 രൂപ ആരെങ്കിലുമൊക്കെ തന്നു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്കായിരിക്കും ആരെങ്കിലും കൈ കാണിച്ച് ചോദിക്കും. ഇപ്പോൾ ഈ സിഗ്നലിലൊക്കെ നിൽക്കുന്ന സമയത്ത് കൊച്ചുമായിട്ടൊക്കെ വന്നിട്ട്, അപ്പോൾ ഈ കൊച്ചിനെ കണ്ടിട്ടാണ് കൊടുക്കണം മെയിനായിട്ട്. കൊച്ചിനെ കൊണ്ട് വന്നിട്ട് കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ പുള്ളി തന്നെ 50 രൂപയും കൈ കഴിക്കുന്നത്, അടുത്ത അവർക്ക് കൊടുക്കും, അല്ല 100 രൂപ അവർക്ക് കൊടുക്കും. അങ്ങനെ. അപ്പോൾ ഈ ലോകത്തുള്ള എല്ലാ ആംബുലൻസ് ഡ്രൈവേഴ്സിനെയും പ്രതിനിധീകരിച്ചിട്ട് ഞാൻ വിജയ് ചേട്ടന് ഒരു താങ്ക് യു പറയാണ്. ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നതിൽ. കാരണം ഇതുവരെ ആരും ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു കാര്യം. കാരണം ഒരുപാട് പേര് നമ്മൾ പലയിടത്തും ഇങ്ങനെ കാണുന്നുണ്ട് ഒരുപാട് ഡ്രൈവേഴ്സിനെയൊക്കെ. പക്ഷെ ആർക്കും അവർക്കൊരു വോയിസ് അല്ലെങ്കിൽ ഒരു സ്പേസ് ആരും ഇതുവരെ കൊടുക്കാൻ റെഡി ആയിട്ടില്ല. അപ്പം നിങ്ങളെപ്പോലുള്ള കുറച്ച് ആൾക്കാർ അങ്ങനെ ചെയ്യുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. എങ്ങനെയെങ്കിലും കുറച്ച് ആൾക്കാരിൽ അവരറിയണം, അതെ അവർക്ക്
മനസ്സിലാവട്ടെ നമ്മൾ ഇത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും. ഇപ്പൊ വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ വീടിന്റെ ഉള്ളിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ട് വരുമ്പോഴൊക്കെ ഒരുപാട് കഷ്ടപ്പാടാണ്. ഇപ്പൊ ട്രോളിയിൽ ഇപ്പൊ പല രീതിയിലുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്, സ്കൂപ്പേഴ്സ് ഉണ്ട്, 2 സൈഡ് ക്ലിപ്പ് ഊരിട്ട് ടൈറ്റൻ ചെയ്യുന്ന സ്കൂപ്പേഴ്സ് ഉണ്ട്, സ്പൈൻ ബോർഡ്സ് ഉണ്ട്, എല്ലാത്തിനും ഓരോ പർപ്പസ് ആണ്. സ്പൈൻ ബോർഡ് പോലത്തെ സ്കൂപ്പേഴ്സ് ഉണ്ട്, പിന്നെ നമ്മുടെ ഹൈഡ്രോളിക് ട്രോളി ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇച്ചിരി കഷ്ടപ്പാടുള്ള പരിപാടിയാണ്. അത്രയും കഷ്ടപ്പെട്ടാണ് നമ്മൾ ഓരോ ഇത് കണ്ടിട്ടാണെങ്കിലും ഇനി ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങളുടെ ജോലി ചെയ്യാനുള്ള ഒരു ഗ്യാപ്പെങ്കിലും ആളുകൾ തരട്ടെ. അതെ ജോലി ചെയ്യാനുള്ള, നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇതിൽ നിൽക്കുന്നത്. മേ ബി ആ ഒരു എന്താ പറയാ പ്രോപ്പറായിട്ട് ചെയ്യാണ്ട് ഒന്ന് മാറി ഇട്ട് കഴിയുമ്പോഴായിരിക്കും ഒരാളുടെ ലൈഫ് വരെ പോകുന്നത്. പിന്നെ ഉറപ്പായിട്ടും നമ്മളിപ്പോ ഞാൻ പറയട്ടെ, ഒരു കേസ്, ഒരു RTI കേസ് എടുക്കുക, നമ്മളിപ്പോ ആ ഒരു പിടിക്കുന്ന രീതിയിൽ ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ആള് പോകാൻ നല്ല ഇന്റേണൽ ബ്ലീഡിങ് ഒക്കെ ഭയങ്കര, പിന്നെ ഇന്റേണൽ ഹെമറേജ് ആവാം, പിന്നെ അങ്ങോട്ട് അത് ഭയങ്കരമായിട്ട് ബ്രെയിൻ ഡെത്ത്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഈ സാധാരണക്കാരിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എത്തിക്കണം, പഠിപ്പിക്കണം. നമ്മൾ ശരിക്കും സ്കൂൾ മുതൽ തന്നെ ഈ പറഞ്ഞൊരു CPR കൊടുക്കാനും, ബേസിക് ഒരു ആക്സിഡന്റില് ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന പോലെ തന്നെ ഒരു ആക്സിഡന്റ് ടൈമിൽ എന്തൊക്കെ ചെയ്യണം എന്നും മസ്റ്റായിട്ടും പഠിപ്പിക്കണം അല്ലേ? മസ്റ്റായിട്ടും വേണം. കാരണം വെളിനാട്ടിലൊക്കെ ഇത് ചെറുപ്പം തൊട്ട് അവരുടെ ഒരു പ്രൈമറി സ്കൂൾ കാലഘട്ടം തൊട്ട് എല്ലാവരെയും പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ CPR എന്താണെന്നും, അല്ലെങ്കിൽ ഈ പറയുന്ന സീഷർ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നും, ബേസിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ, ഏതൊക്കെ മരുന്ന് എവിടൊക്കെ കൊടുക്കണം എന്നുള്ള എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോഴും ആ ഒരു സിസ്റ്റം ഇല്ല. നമുക്ക് ഫ്യൂച്ചറിലെങ്കിലും നമ്മുടെ അക്കാഡമിക്സിൽ അതൊരു പീരീഡ് ആയിട്ടെങ്കിലും വീക്കിലി വൺ പീരീഡ് ആയിട്ടെങ്കിലും അല്ല, അങ്ങനെ വന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ ഇപ്പോഴും ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരിക്കലും നമുക്ക് വേണ്ടിയിട്ടല്ലല്ലോ. നമുക്കൊരു ഫ്യൂച്ചർ ഇനിയുണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ മക്കളായിരിക്കാം, നമ്മുടെ മക്കളുടെ മക്കളായിരിക്കാം, ചിലപ്പോൾ അവർക്ക് ഇത് വലിയ വലിയ രീതിയിൽ ഉപകാരപ്പെടും. ഈവൻ ഈ കുട്ടികൾക്കുള്ള ഒരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇതൊക്കെ പഠിക്കാനായിട്ട് ഒരുപാട് ഇൻട്രസ്റ്റ്. അത് ആ ഒരു ഏജിൽ നമുക്കത് പഠിച്ചെടുക്കാൻ, കാരണം ആ ഒരു ഏജിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിച്ചു വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇവരെ പഠിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എല്ലാം ഒന്ന് പഠിപ്പിച്ച് വെച്ചാൽ അത്രയും നല്ലത്. അപ്പോൾ എന്തായാലും ചേട്ടാ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.